ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ബ്രീഡിങ്ങുമായി ബന്ധപ്പെടുത്തിയ ഭാഗങ്ങളാണ് മുന്നോട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മുടെ കൃത്യമായ ജോലിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, കന്നുകാലികളിലെ വംശവർദ്ധനവ് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെൻസിൽ പോലും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഭവമാണത്. അപ്പോൾ ഇതിനകത്ത് ഇന്ന് നമ്മൾ നോക്കുന്ന ഇമ്പോർട്ടൻസ് ഓഫ് എയിലെ ഇമ്പോർട്ടൻസ്, അതുപോലെ അഡ്വാൻറ്റേജസ്, അതുപോലെ സെമൻ കളക്ട് ചെയ്യാൻ പോകുന്നു, അത് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നു, സ്റ്റോറേജ് ചെയ്യാൻ പോകുന്നു. ഇത്ര കാര്യമൊന്നും ചെയ്യുന്നുള്ളൂ. അടുത്ത കഴിഞ്ഞിട്ട് ഇൻസെമിനേഷൻ എന്ന പരിപാടി അടുത്ത ക്ലാസ്സിലാണ്. അത് നമ്മൾ ഈ വീഡിയോയുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. പ്രാക്ടിക്കൽ സെൻസിൽ നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് പോലും നമ്മുടെ ഈ ക്ലാസ്സിൽ കാണുന്ന ആശയങ്ങൾ നിങ്ങളെ കൃത്യമായിട്ട് സഹായിക്കും. ആ രീതിയിലായിരിക്കും ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു കാരണവശാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ക്ലാസ്സുകൾ മിസ്സാക്കരുത്. കാരണം അത്രയ്ക്കും PYQ ഉണ്ട് മക്കളെ. ഇതിനകത്തുനിന്ന് വരുന്ന ചോദ്യങ്ങൾ ഉത്തരം എഴുതണം. എല്ലാ ക്ലാസ്സും നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നു, ഒരു മാർക്ക് കുറച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. ആണ് ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞു നിങ്ങൾ ആ ക്ലാസ്സിൽ. അപ്പോൾ ആ ക്ലാസ് കൃത്യമായിട്ട് കേട്ട് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക. നിങ്ങൾക്ക് ക്ലാസ് ബാക്കി പഠിക്കാൻ സമയം കിട്ടാത്ത ആൾക്കാർ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക. എങ്ങനെയെങ്കിലും കേട്ട് സബ് കോൺഷ്യസിലേക്ക് ഇത് കേട്ട് നിങ്ങൾ പരീക്ഷകൾ റിപ്പീറ്റഡ് ആയിട്ട് എഴുതി എഴുതണം. എക്സാമിനേഷൻ റിപ്പീറ്റഡ് ആയിട്ട് എന്നാലും ഞാൻ അടുത്ത മന്ത്ലി എക്സാം നടത്തുള്ളൂ. നെക്സ്റ്റ് മന്ത്ലി നടത്തുമ്പോഴത്തേക്ക് ഞെട്ടിക്കണം നിങ്ങൾ. കഴിഞ്ഞ 100 മേടിച്ച ആൾക്കാരുണ്ടായിരുന്നേ. ഇപ്രാവശ്യം നിങ്ങൾ 100 മേടിക്കണമെങ്കിൽ ക്യാഷ് പ്രൈസിന് പുറമെ എന്തുണ്ടാവും, ഒരു ഡയറി മിൽക്കിന് പൈസ തരാം. എങ്ങനെയുണ്ട്? ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയാണ് ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. നല്ല കിഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അത് വേണമെന്ന് വെച്ച് കൃത്യമായിട്ട് എഴുതി സമയം കണ്ടെത്തി എഴുതി പോകണം. നല്ല ടൈറ്റ് പരീക്ഷയായിരിക്കും പ്രാവശ്യത്തെ മന്ത്ലി എക്സാമിനേഷൻ. അപ്പോൾ അതിന് എഴുതണമെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ എഴുതേണ്ടി വരും നിങ്ങൾ. അല്ലെങ്കിൽ ഏത് എഴുതണം ഏത് എഴുതാൻ പാടില്ല എന്നും കൂടെ തീരുമാനിച്ച് സ്കിപ്പ് ചെയ്തൊക്കെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ പരീക്ഷ ആയിരിക്കും വരുന്നത് മന്ത്ലി എക്സാമിനേഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുന്നേ നമുക്കിന്ന് PYQs നോക്കാം മക്കളെ. എന്താ വേണം? കോമൺ ഡയലുവൻസ് യൂസ്ഡ് ഫോർ ഡയലൂഷൻ ഓഫ് സെമൻ. കണ്ടോ, 19, 20 2 ചോദ്യങ്ങൾ ഒരു പരീക്ഷ ചോദിച്ചിട്ടുണ്ട് ഈ ഒറ്റ ക്ലാസ്സിൽ നിന്ന്. ദ ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ് നൈട്രജൻ യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് അല്ലേ. പിന്നെ റിപ്പീറ്റേഷൻ. ഡൈല്യൂഷൻ യൂസ്ഡ് ഫോർ ഡൈലുവൻറ്റ് യൂസ്ഡ് ഇൻ ഫ്രോസൺ ബുൾ സെമൻ. ഫ്രോസൺ ബുള്ളിൽ ഉപയോഗിക്കുന്ന ഡൈലുവൻ്റ് ഏത് ചോദിച്ചിട്ടുണ്ട്. ക്രയോ പ്രൊട്ടക്റ്റീവ് ഏജൻറ്റ് ഉപയോഗിക്കുന്ന, ഇത് റിപ്പീറ്റിലെ ചോദിക്കുന്ന സാധനം കേട്ടോ. ക്രയോ പ്രൊട്ടക്റ്റീവ് ഏജൻറ്റ് ഏതാണ് ചോദിച്ചിട്ടുണ്ട്. CME ഉപയോഗിക്കുന്നത് ഏത് തരത്തിൽ സെമനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കാം, ഒറ്റ പരീക്ഷ 4 ചോദ്യം എടുത്ത് ചോദിച്ചത് കണ്ടാ നിങ്ങൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് അഡ്വാൻറ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അതുമായി ബന്ധപ്പെടുത്തി എയുടെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ മാക്സിമം എമൗണ്ട് ഓഫ് ഡൈലൂഷൻ റെക്കമെൻഡഡ് ഫോർ ബുൾസെമൻ്റെ റെക്കമെൻഡഡ് ഡൈലൂഷൻ റേറ്റ് എത്രയാണെന്ന്. നെയിം ദ ഡൈലുവൻറ്റ് യൂസ്ഡ് ഫോർ റൂം ടെമ്പറേച്ചർ പ്രിസർവേഷൻ ഫോർ ബുൾസെമൻ. അത് റിപ്പീറ്റ് ആണ് കേട്ടോ. ഞാൻ ചോദിച്ചു ദ ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ് നൈട്രജൻ പിന്നെയും ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും മക്കളെ. കണ്ടോ, നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ എന്താണെന്ന് പറഞ്ഞുതരും. അത് കൃത്യമായിട്ട് പഠിച്ച് പരീക്ഷയിൽ പ്രാക്ടീസ് ചെയ്യുക. ബാക്കി എല്ലാം ഇനി വരും. അപ്പോൾ പർപ്പസ് ഓഫ് എന്തിനാ മക്കളെ എന്തിനാ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നമ്മൾ ചെയ്യുന്നേ? നിങ്ങൾക്ക് അറിയാമല്ലേ, നമ്മൾ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇനി എന്തിനാ സാർ ഇങ്ങനെ ചോദിക്കുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇടാം, നമുക്ക് നാച്ചുറൽ മേറ്റിംഗ് ചെയ്യാം, നോ ഇഷ്യൂസ് അറ്റ് ഓൾ അല്ലേ. പർപ്പസ് ഓഫ് എന്താണ് മക്കളെ? പർപ്പസ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. നമുക്ക് നാച്ചുറൽ സർവീസ് മതി. ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ സർവീസ് ധാരാളം അല്ലേ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഉള്ള ഒരു പശുവും ഒരു നല്ലൊരു ബുള്ളും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നാച്ചുറൽ സർവീസ് ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ബുള്ള് എന്ന് പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കൂ ബുള്ള് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ബുള്ളിൻ്റെ പ്യുവർ ബുള്ളിനെ നമുക്ക് കൂടെ കൊണ്ടുവരണം. അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു 10 അല്ലെങ്കിൽ 100 ഡോസ് സെമൻ കൊണ്ടുവന്നാൽ മതി അല്ലേ. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് കൃത്രിമ ബീജാദാനം വഴി വിദേശ രാജ്യങ്ങളിലുള്ള ഏറ്റവും മികച്ച ബുള്ളുകളുടെ സെമൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊണ്ടെത്തിക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി പർപ്പസുകളുണ്ട്, ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് നാച്ചുറൽ മേറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്നാണ് കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഇൻക്രീസസ് ദ യൂസ്ഫുൾനെസ് ഓഫ് സുപ്പീരിയർ സയർസ്. ആരാ സുപ്പീരിയർ സയർ എന്ന് പറഞ്ഞാൽ ആരാണ്? അതായത് നമുക്കിപ്പോൾ നിലവിൽ പ്രോജനി ടെസ്റ്റിംഗ് നമ്മൾ പഠിച്ചു അല്ലേ. പ്രോജനി ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലേ ഒരു അതായത് നമുക്കിപ്പോൾ അതിനൊരു പെഡിഗ്രി ഉണ്ടായിരിക്കും. ലൈക്ക് അതിൻ്റെ അമ്മ ഉണ്ടായിരിക്കും, അതിൻ്റെ അച്ഛൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു അച്ഛൻ്റെ ഒരു നല്ല പാൽ ഉൽപ്പാദന ശേഷിയുള്ള ഒരു അമ്മയുടെ മകനെയാണ് നമ്മൾ എന്തിന് സെലക്ട് ചെയ്യുന്നത്? നമ്മളൊരു ബ്രീഡിംഗ് ബുള്ളായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി ആദ്യം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 10 ബുൾസിനെ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അതിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ വളർത്തും. അതായത് 100 ലിറ്റർ പാല് കിട്ടുന്ന, അല്ലെങ്കിൽ അങ്ങനെ നല്ല രീതിക്ക് പാല് കിട്ടുന്ന കൗസിൻ്റെ മക്കളെയാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ 10 എണ്ണത്തിന് നമ്മൾ വളർത്തിയെടുക്കുമ്പോഴത്തേക്കും
അത് വളർന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ സെമൻ കളക്ട് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യും. കൊള്ളാമെന്നുണ്ടെങ്കിൽ ആദ്യം PT പ്രോജനി ടെസ്റ്റിംഗ് പ്രോജക്റ്റിലേക്ക് കൊടുക്കും. അപ്പോൾ PT പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫീൽഡിൽ ഇൻസെമിനേഷൻ നടക്കും. ഇൻസെമിനേഷൻ നടന്നതിന് ശേഷം അതിന് ഉണ്ടാകുന്ന കുട്ടികളുടെ പാലുൽപാദനം അതും പരിശോധിക്കും. അത് പരിശോധിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അമ്മയേക്കാൾ കൂടുതൽ പാല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുപ്പീരിയർ സയർ എന്ന് വിളിക്കാം. മനസ്സിലായ? അതായത് അതിൻ്റെ അമ്മയേക്കാൾ കൂടുതൽ പാല് കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു എന്താ പറയുക, ആ ഒരു വിഗർ, എക്സ്ട്രാ കഴിവ് ആരുടെ, അത് എല്ലാത്തിനും കിട്ടണം. മനസ്സിലായി? ഈ എക്സ് എന്ന് പറഞ്ഞ ഒരു ബുള്ളിൻ്റെ എല്ലാ കുട്ടികൾക്കും അതിൻ്റെ അമ്മയേക്കാൾ കൂടുതൽ പാല് കിട്ടുന്നു. മനസ്സിലായില്ലേ? 50% നമ്മൾ കൃത്യമായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിലൊരു കൃത്യമായിട്ടൊരു ഇൻക്രിമെൻറ്റ് കാണുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് സുപ്പീരിയർ സയർ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ടെസ്റ്റ് ചെയ്തെടുക്കുന്ന സയറിനെ നമുക്ക് ഒരുപാട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നാച്ചുറൽ സർവീസ് പറ്റുമോ? പറ്റില്ല. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വേണം. ഈ PT ചെയ്യണമെങ്കിൽ എന്ത് വേണം? പ്രോജനി ടെസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. നോക്കൂ, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഇൻക്രീസസ് ദ യൂസ്ഫുൾനെസ് ഓഫ് സുപ്പീരിയർ സയർ. സുപ്പീരിയർ ആയിട്ടുള്ള സയറിൻ്റെ യൂസ്ഫുൾനെസ്, ഉപയോഗം വർദ്ധിപ്പിക്കുന്നു. അല്ലേ? ഒത്തിരി ആൾക്കാർ നമുക്ക് ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇഫ് നാച്ചുറൽ സർവീസ് ഈസ് യൂസ്ഡ്, ബുൾ മേ സർവീസ് അപ്രോക്സിമേറ്റ്ലി 250 കൗസ് ഇൻ എ ഇയർ. ഏകദേശം 250 കൗസിനെ ഇൻസെമിനേറ്റ് ചെയ്യാൻ മാത്രമേ നാച്ചുറൽ സർവീസിന് പറ്റത്തുള്ളൂ. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഉപയോഗിക്കുമ്പോഴത്തേക്കും സെമൻ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റും. അല്ലേ? വെൻ ഈസ് യൂസ്ഡ്, ദ സെമൻ ഈസ് ഡൈല്യൂട്ടഡ് ആൻഡ് റിക്വയർ ഓൺലി ഇൻ സ്മാൾ ക്വാണ്ടിറ്റി. കുറച്ച് മാത്രം മതി. അല്ലേ? ദ സെമൻ കളക്റ്റഡ് ഫ്രം എ ബുൾ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് 1 year ക്യാൻ ബി യൂസ്ഡ് ടു ഇൻസെമിനേറ്റ് അബൌട്ട് 30,000 to 40,000 കൗസ്. 30 മുതൽ 40,000 വരെ കൗസിനെ ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റും. ചോദ്യമാണ് കേട്ടോ. ഏകദേശം നാച്ചുറൽ സർവീസ് ആണെങ്കിൽ 250 കൗസിനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അവിടെ ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റുക. അല്ലേ? അതേസമയം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 30 മുതൽ 40,000 കൗസിനെ നമുക്ക് ഒരു വർഷം കളക്ട് ചെയ്യുന്ന സെമൻ കൊണ്ട് ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി പറഞ്ഞത്? ഇതാണ് ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ്. ഇതിൽ തന്നെ ബാക്കി എല്ലാം പറയുന്നുണ്ടല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ബാക്കി എല്ലാ അഡ്വാൻറ്റേജ് ഏകദേശം ഇൻക്ലൂഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 30,000 അല്ലെങ്കിൽ 40,000 കൗസിനെ നമ്മൾ നാച്ചുറൽ സർവീസ് വഴി ഇൻസെമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എത്ര ആയിരം പശുക്കളെ ബുൾസിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് തീറ്റ കൊടുക്കണ്ടേ, അതിനെ ടെസ്റ്റ് ചെയ്തെടുക്കണ്ടേ, ഭയങ്കര ചിലവല്ലേ? അതാണ് പറഞ്ഞത്. ഇനി ആസ് ദ ബുൾസ് ആർ യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ദ നമ്പർ ഓഫ് ബുൾസ് റിക്കവേർഡ് ഇൻ എ ഫാം ക്യാൻ ബി റെഡ്യൂസ്ഡ്. നാച്ചുറൽ സർവീസ് ആണെങ്കിൽ ഒരു ബുള്ള് മാത്രം പോരാ. കാര്യം ഇപ്പോൾ ഒരു ബുള്ളിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ബുള്ളിൻ്റെ മകളെ എടുത്തിട്ട് ഈ സെയിം ബുള്ളിനെ മേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വേറൊരു ബുള്ളോട് വേണ്ടി വരും. അല്ലേ? അപ്പോൾ ഒരുപാട് ബുൾസിന് നമുക്കൊരു പക്ഷേ നമ്മുടെ ഒരു വലിയ ഫാം ആണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, നാച്ചുറൽ സർവീസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ബുൾസിനെ എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ബുൾസ് റിക്വേർഡ് ഇൻ എ ഫാം ക്യാൻ ബി റെഡ്യൂസ്ഡ്. അല്ലേ? ഒരു ഫാമിൽ വളർത്തേണ്ടുന്ന നമ്പർ ഓഫ് ബുൾസിൻ്റെ എണ്ണം നമുക്ക് വളരെ കുറയ്ക്കാൻ പറ്റും. ആൾസോ ബുൾസ് നീഡ് നോട്ട് ബി മെയിൻറ്റെയിൻഡ് ഇൻ എവറി ഫാം. അല്ലേ? ബുൾസിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കേരളത്തിൽ എവിടെയാണ് ബുൾസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് നമ്മുടെ സർവീസിന് വേണ്ടിയിട്ട് മാട്ടുപ്പെട്ടിയിലെ ഫാമിലുണ്ട്. പാരൻ്റ് സ്റ്റോക്ക് ഫാമുണ്ട് KLD ബോർഡിൻ്റെ. അപ്പോൾ KLD ബോർഡിൻ്റെ പാരൻ്റ് സ്റ്റോക്ക് ഫാമുകളിൽ, അതുപോലെ കുളത്തൂപ്പുഴയുണ്ട് പാരൻ്റ് സ്റ്റോക്ക് ഫാമുണ്ട്. അവിടെയൊക്കെയാണ് നമ്മൾ ബുൾസിനെ, ഇതുപോലുള്ള എലൈറ്റ് ബുൾസിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ബുൾസിനെ എക്സ്റ്റെൻസീവ്ലി ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടുന്ന ഫാമിൽ ഉപയോഗിക്കേണ്ടുന്ന അല്ലെങ്കിൽ നോർമൽ സർവീസ് ആണെന്നുണ്ടെങ്കിൽ വളർത്തേണ്ടുന്ന അനിമൽസിൻ്റെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാവും. അല്ലേ? അതുപോലെ നമുക്കെന്താണ്, ഒരു നോഡൽ ഏജൻസിയോ സെൻട്രൽ ഫാമോ ഉണ്ടെന്നുണ്ടെങ്കിൽ എലൈറ്റ് ബുൾസിനെ അവിടെ മാത്രം നിർത്തിയാൽ മതി. അല്ലേ? ബ്രീഡിംഗ് കോസ്റ്റ് സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ് ആകുമെന്നുള്ളതാണ്. ബ്രീഡിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇൻസെമിനേഷൻ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഫീസ് അല്ല ബ്രീഡിംഗ് കോസ്റ്റ് ആക്ച്വലി. ഒരു ഫാമിൽ 100 പശുക്കളുണ്ട്. ആ 100 പശുക്കളെ ഇൻസെമിനേറ്റ് ചെയ്യാൻ വേണ്ടി 3-4 ബുൾസിനെ വളർത്തേണ്ടി വരുന്നവൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. അല്ലേ? ഭയങ്കര ചിലവായിരിക്കും, തീറ്റച്ചെലവും ബാക്കി ചിലവും. അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ബ്രീഡിംഗ് കോസ്റ്റ് വളരെയധികം കുറയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഓക്കെ, ഇനി അടുത്തത് സെമൻ കളക്റ്റഡ് ആൻഡ് സ്റ്റോർഡ് ഫോർ ലോങ് പീരീഡ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഈവൻ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദി ബുൾ. കണ്ടോടെ? ഒരു പ്രാവശ്യം നമ്മൾ കളക്ട് ചെയ്യുന്ന സെമനെ എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് കാലം പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. കാര്യം എന്താ, നിങ്ങൾ മനസ്സിലാക്കൂ. നമ്മളൊരു ബുള്ള്, നമ്മൾ നേരത്തെ 10 ബുൾസിനെ നമ്മൾ സെലക്ട് ചെയ്തെന്ന് വെച്ചോ. 10 ബുൾസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 2.5-3 വയസ്സാകുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ എൻ്റെ സെമൻ കളക്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എന്തറിയാൻ പറ്റത്തില്ല, എവൻ പ്രൂവൻ ബുള്ളാണെന്ന് അറിയാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ PT ചെയ്തത്. അപ്പോൾ അപ്പോഴും എന്ത് ചെയ്യും, സെമൻ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സെമൻ കൃത്യമായിട്ട് കളക്ട് ചെയ്യും, ഡൈല്യൂട്ട് ചെയ്യും, നല്ല സെമൻ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും.
ഇത് ഈ ഒരു ബുള്ളിൻ്റെ ജനറ്റിക് കപ്പാസിറ്റി പ്രൂവ് ചെയ്ത് വരണമെങ്കിൽ 6 വർഷം പിടിക്കും. മനസ്സിലായ? ആ 6 വർഷവും നമ്മൾ ഈ സെമൻ ഇങ്ങനെ കളക്ട് ചെയ്ത് 30 തൊട്ട് 40,000 ഡോസുകളായിട്ട് ഇങ്ങനെ സേവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് പ്രൂവൺ ആണെന്ന് തെളിയുകയാണെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനെ ഡിസ്കാർഡ് ചെയ്ത് കളയും. മനസ്സിലായ? പിന്നെ അതിനെ വളർത്തില്ല, വളർത്തിയാലും കളയുകയും ചെയ്യും. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ AI ഉള്ളതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ എന്താണ്, ഒരുപാട് കാലം നമുക്ക് സെമൻ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുപോലെ ഈ ബുള്ള് ചത്തുപോയാൽ പോലും അത്രയും എലൈറ്റ് ബുള്ളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 100 ഡോസ് ബാക്കി വെച്ചേക്കണം. ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇവൻ്റെ ജനിതകത്തെ നമുക്കിങ്ങനെ വർഷങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതാണ് മറ്റൊരു പ്രത്യേകത. ഈ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ പഠിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണോ ഇല്ലെന്നാലും ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ POക്ക് കാണിച്ചു തരാം. ഇനി നോക്കാം. ഈസി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സെമൻ ഫെസിലിറ്റേറ്റ്സ് ദ യൂസ് ഓഫ് സെമൻ ഇൻ ബോത്ത് റൂറൽ ആൻഡ് അർബൻ ഏരിയാസ്. അല്ലേ? വളരെ ഈസി ആയിട്ട്. മറ്റാണെങ്കിൽ ബുള്ളി നമ്മൾ കെട്ടിച്ചെന്നുകൊണ്ട് പോകണം. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈസി ആയിട്ടൊരു വണ്ടി ഓടി പോകുമ്പോഴേ നമ്മളെ സെൻറ്ററുകളിലേക്ക് സെമൻ ഇങ്ങനെ സപ്ലൈ ചെയ്തിട്ട് വണ്ടി റൗണ്ട് അടിച്ച് KLD ബോർഡിൻ്റെ റീജിയണൽ ഓഫീസിൽ ചെന്ന് നിൽക്കും. അത്രേ ഉള്ളൂ. അതാണ് പരിപാടി. അപ്പോൾ ഈസി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സെമൻ പോസിബിൾ ആണ് അല്ലേ? അതുപോലെ സ്പ്രെഡ് ഓഫ് ജെനിറ്റൽ ഡിസീസ് അഥവാ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ലൈക്ക് ബ്രൂസെല്ലോസിസ് ഈസ് റെഡ്യൂസ്ഡ്. ഇത് അഡ്വാൻറ്റേജും ഉണ്ട്. നേരെ തിരിച്ച് നമ്മുടെ ടെസ്റ്റ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ടും വരാം. അതായത് നമ്മൾ ബ്രൂസെല്ലയ്ക്ക് വേണ്ടി നമ്മൾ സ്ക്രീൻ ചെയ്യുന്നു വെച്ചോളൂ. ബ്രൂസെല്ല സ്ക്രീനിങ് കറക്റ്റ് ആയില്ല എന്ന് വെച്ചോ, ഒരു ബഞ്ച് ഓഫ് ഡോസ് ബ്രൂസെല്ല ഉള്ളത് കയറിപ്പോയാൽ അത് പോകുന്നിടത്ത് ഇത്രയും ബ്രൂസെല്ല പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും നോർമലി സംഭവിക്കാറില്ല. അത് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അതിന് കൃത്യമായിട്ട് അങ്ങനെ പറയുമ്പോഴത്തേക്കും അത് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയേണ്ടി വരും. പക്ഷേ ഇവിടെ എന്താണ്, അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ എന്താണ്, നമുക്ക് നാച്ചുറൽ സർവീസിൽ എന്താണ്, ബ്രൂസെല്ലോസിസ് നാച്ചുറൽ സർവീസ് എവിടെയുണ്ടോ അവിടെ ബ്രൂസെല്ലോസിസ് എന്ന സാധ്യത വളരെ വളരെ കൂടുതലാണ്. മനുഷ്യരിൽ എയ്ഡ്സ് ഉള്ളതുപോലെ. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് നമുക്ക് തടയാൻ പറ്റും അല്ലേ? ഇത്തരത്തിൽ ഈ സെമൻ കളക്ട് ചെയ്ത് നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്ത് അല്ലേ, അതിനെ എന്ത് ചെയ്യുന്നത്, സ്ക്രീൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ എന്താണ് ജെനിറ്റൽ ഡിസീസ് നമുക്ക് തടയാൻ പറ്റും. അതുപോലെ പ്രോവൻ സയർ വിച്ച് ഈസ് അണേബിൾ ടു ബ്രീഡ് നാച്ചുറലി അല്ലെങ്കിൽ ഫിസിക്കലി അൺഫിറ്റ് ക്യാൻ ബി മേഡ് യൂസ് ഓഫ്. അതായത് ഒരു പ്രൂവൻ ബുള്ളാണെന്ന് വെച്ചോ, അതായത് അവൻ്റെ സെമൻ സൂപ്പറാ, അത് വെച്ചിട്ട് കുത്തിവെച്ച പശുക്കൊക്കെ 18-20 ലിറ്റർ പാൽ കിട്ടുന്നുണ്ട്. ബാക്കിയുള്ളതിനൊക്കെ 15 കിട്ടുന്നുള്ളൂ. പക്ഷേ ദൗർഭാഗ്യവശാൽ 5 വർഷമായപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, അവൻ്റെ കാല് തളർന്നു പോയി, അല്ലെങ്കിൽ കാല് ഒടിഞ്ഞു പോയി. അവൻ മൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല അവന്. അപ്പോൾ നാച്ചുറലി അവന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവൻ്റെ സെമൻ വളരെ വാല്യുബിളായ സാധനമാണ്. അവനെ വളർത്തിക്കൊണ്ടിരുന്നാൽ ആ സെമൻ കളക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി കുത്തിവയ്ക്കാം. അങ്ങനെയുള്ള പ്രൂവൺ സൈറിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ AI പ്രാക്ടീസ് ചെയ്താൽ. ഇനി വെൻ നാച്ചുറൽ സർവീസ് ഈസ് ഇമ്പോസിബിൾ ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ സൈസ് ആൻഡ് വെയിറ്റ് ഓഫ് ആനിമൽസ്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ക്യാൻ ബി പ്രാക്ടീസ്ഡ്. അത് വളരെ വളരെ രസകരമായ സംഗതിയാണ് കേട്ടോ. അതായത് നമുക്കിപ്പോൾ ചില ആൾക്കാരുടെ വിനോദമുണ്ട്, എനിക്ക് വെച്ചൂറിൻ്റെ കുട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ട് നാടൻ പശുവിന് കൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഉള്ള പശുവിന് വെച്ചൂറിൻ്റെ സെമൻ കുത്തിവയ്ക്കും. അതുകൊണ്ട് ഗുണമുണ്ടോയെന്ന് വെച്ചാൽ ഒരു ചെറിയ പശുവിനെ കിട്ടാൻ സാധ്യതയുണ്ട്, കുഴപ്പമില്ല. ചെറിയ പശുവിനെ കിട്ടാൻ ദോഷമുണ്ട്, വലിയ ദോഷമുണ്ട്. കാര്യം ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് ഒരു ജെഴ്സിയിലെ പശുവാണെന്ന് വെച്ചോ, അത്യാവശ്യം ഇത്ര പൊക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു മീഡിയം പശു. അപ്പോൾ എനിക്ക് വെച്ചൂറിൻ്റെ കുട്ടിയെ വേണം എന്ന് പറഞ്ഞ് ഞാൻ LA വിളിച്ച് പറഞ്ഞ് എനിക്ക് വെച്ചൂരിൻ്റെ സെമൻ കിട്ടിയത് കൊള്ളായിരുന്നു. അതിന് വെച്ചൂരിൻ്റെ സെമൻ കുത്തിക്കേണ്ട കുഴപ്പമില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു താരതമ്യേന കൊച്ചു കുട്ടി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഈ കുട്ടി ഒരു കൊച്ചു കുട്ടിയാണെന്ന് വെച്ചോ, ഇത് രണ്ടോ ക്രോസ് ചെയ്ത് കൊച്ചു കുട്ടി പുറത്ത് വന്നു, ചിലപ്പോൾ ഇച്ചിരി വലിയ കുട്ടിയും വരാം. മനസ്സിലായില്ലേ? കൊച്ചു കുട്ടി പുറത്ത് വന്നു, അത് വളർന്ന് ഏകദേശം എന്താ വെച്ചൂരിനേക്കാളും കുറച്ചുകൂടെ പൊക്കമുള്ള ഒരു മീഡിയം കുട്ടിയായിട്ട് മാറി. നമ്മൾ അതിന് പിന്നെയും വെച്ചൂരിൻ്റെ സെമൻ കുത്തിവെച്ചാൽ പോലും ഒരു പക്ഷേ വലിയൊരു കുട്ടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ, മറ്റതിൻ്റെ ആ ജേഴ്സിയുടെ ബോഡി സൈസിൻ്റെ ജീൻ അതിനകത്തുണ്ട് അല്ലേ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള വലിയ സൈസ് വേരിയേഷനുള്ള പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്താൽ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടെന്ന് അവർക്കറിയില്ല. അപ്പോൾ അവർ ചോദിക്കുമ്പോഴത്തേക്ക് അവരിങ്ങനെ പറയാം ഇതിങ്ങനെ വിഷയമുണ്ട്, ഇതിൻ്റെ കുട്ടിക്ക് ഒരു പക്ഷേ പ്രസവത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണെന്നുള്ള കാര്യം പറഞ്ഞോളൂ. കാരണം അതിൻ്റെ ഫീനോടൈപ്പ് പുറത്ത് വരുന്ന കുട്ടിയുടെ ആ ഒരു അത് എക്സ്പ്രസ് ചെയ്യുന്ന ടേംസാണ് ഫീനോടൈപ്പ് അല്ലേ. അതേസമയം അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ജീനോടൈപ്പ് കിടപ്പുണ്ട്, വലിയ ജേഴ്സിയുടെ ജീനോടൈപ്പ് കിടപ്പുണ്ട്. ആ ജീനോടൈപ്പ് അടുത്ത തലമുറ ചിലപ്പോൾ എക്സ്പ്രസ് ആവാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നോക്ക്, വാട്ടെവർ നമുക്ക് നാച്ചുറൽ സർവീസ് ഇമ്പോസിബിൾ ആണെന്ന് വെച്ചോളൂ ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ സൈസ് ആൻഡ് വെയിറ്റ് ഓഫ് ദി ആനിമൽസ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് നമുക്കിതിനെ ഒരെണ്ണത്തിന് മറ്റതിനെ കയറി മൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. നാച്ചുറലി സൈസ് ഭയങ്കര ഡിഫറൻ്റ് ആണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ പോസിബിൾ ആണെന്നുള്ള കാര്യമാണ്. അതുപോലെ ദർ ഈസ് ലെസർ ചാൻസ് ഓഫ് യൂസിങ് പുവർ ക്വാളിറ്റി സെമൻ ആസ് ദ ഇൻഫീരിയർ ബുൾസ് ക്യാൻ ബി ഈസിലി ഐഡന്റിഫൈഡ് ആൻഡ് ബെറ്റർ ബ്രീഡിംഗ് എഫിഷ്യൻസി ഈസ് എൻഷുർഡ്. അതായത് പുവർ ക്വാളിറ്റി സെമൻ ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കുറയില്ലേ. കാര്യം എന്താ, വി ആർ ഡൂയിങ് പ്രോജനി ടെസ്റ്റിംഗ് അല്ലേ, പ്രോജനി ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അത് ചെയ്തതിന് ശേഷമുള്ള നല്ലതിനെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല പാൽ പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ള ബുള്ളിൻ്റെ സെമൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്. എഫിഷ്യൻസി എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. എന്താണ് ബ്രീഡിംഗ് എഫിഷ്യൻസി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നോക്കാം. കഴിഞ്ഞില്ല അഡ്വാൻറ്റേജ് ബുൾസ് ജനറ്റിക് കേപ്പബിലിറ്റി നോക്കാം. Bull's genetic capability can be improved earlier as the progeny testing can be done at an early stage അല്ലേ. അപ്പോൾ എന്താണ് ഇമ്പ്രൂവ്ഡ് പ്രൂവ്ഡ് ആണ് കേട്ടോ. അതായത് ഈ ബുള്ളിൻ്റെ ജനറ്റിക് കാപ്പബിലിറ്റി തന്നെയാണ് നമ്മൾ പറയുന്നത്. നല്ല ജനറ്റിക് കാപ്പബിലിറ്റി ബുള്ളാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രൂവൺ ബുൾ എന്ന് പറയാം അല്ലേ. അത് ഏർലി ഏജിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്ത് ഒരു ഫസ്റ്റ് ഡോസ് തന്നെ നമ്മൾ എന്ത് ചെയ്യും പീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കും അല്ലേ. അപ്പോൾ ഏർലി, അതായത് നമുക്ക് ഒറ്റ ദിവസം ഫസ്റ്റ് ദിവസം കിട്ടുന്നത് മാത്രം ഡൈല്യൂട്ട് കൊടുത്താൽ പോലും നമുക്ക് നല്ലൊരു സാമ്പിൾ സൈസ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും അല്ലേ. മറ്റേതാണെങ്കിൽ ഒരു ദിവസം ഒരു ഇൻസെമിനേഷൻ ചെയ്തു, ഒരു നാച്ചുറൽ സർവീസ് ചെയ്തു, പിന്നെ കുറേ ദിവസം ചെയ്തു അല്ലേ. ഒരു 100 എണ്ണം ചെയ്യണമെങ്കിൽ കുറേ കാലം എടുക്കും. അപ്പോൾ ഇത് 100 എണ്ണം ചെയ്യാൻ വേണ്ടി ഒരൊറ്റ ദിവസം സമയം മതി അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബുള്ളിൻ്റെ ജനറ്റിക് കാപ്പബിലിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റും. ആസ് ഏർലി ആസ് പോസിബിൾ, വേഗം തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ആക്യുറേറ്റ് ബ്രീഡിംഗ് റെക്കോർഡ്സ്. ബ്രീഡിംഗ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കുറേ അഴിഞ്ഞു നടക്കുന്ന പശുക്കളുണ്ട്, അവിടെ കുറച്ച് ബുൾസ് ഉണ്ടെങ്കിൽ അവിടെ വല്ല ബ്രീഡിംഗ് റെക്കോർഡ്സ് ഉണ്ടായിരിക്കുമോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ പ്രാവശ്യവും ഒരാളിങ്ങനെ പശുവിനെ ചവിട്ടിക്കാൻ വേണ്ടി ബുള്ളിനെ കൊണ്ടുവരുന്നു. ഇതങ്ങനെയല്ല, ബ്രീഡിംഗ് റെക്കോർഡ് കൃത്യമായിട്ട് നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും. കാരണം എന്താ, നമ്മുടെ ഉപയോഗിക്കുന്ന സെമൻ്റെ മുകളിൽ ഒരു കോഡ് ഉണ്ടായിരിക്കും, ആ സയറിൻ്റെ കോഡ് ഉണ്ടായിരിക്കും. ആ കോഡ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ സയർ ഏതാണെന്ന് അറിയാൻ പറ്റും അല്ലേ. അതുപോലെ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് കൺസപ്ഷൻ ഇഫ് ഡൺ പ്രോപ്പർലി. റേറ്റ് ഓഫ് കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിൽ നേരാൻ വണ്ണം ചെയ്ത് കഴിഞ്ഞാൽ. പറഞ്ഞത് മനസ്സിലായാടേ. വൃത്തിക്കും വെടിപ്പിനും ചെയ്യണം, നിങ്ങളെ കഴിവണക്കിരിക്കും കേട്ടോ. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് കൺസപ്ഷൻ കുറയുകയും ചെയ്യും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ബ്രീഡേഴ്സാണ്. 4ഉം 5ഉം ഇൻസെമിനേഷനൊക്കെ ചെയ്തിട്ട് മാത്രമേ ചെന പിടിക്കുന്നുള്ളൂ എന്നുള്ളതാണ് പൊതുവേ ഫീൽഡിൽ നിന്ന് വരുന്ന പരാതി. പല കാരണങ്ങളുണ്ടായിരിക്കാം, എന്തായാലും ഇതാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ചെയ്യണം, വൃത്തിയായിട്ട് ചെയ്യണം, ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി ചെയ്യണം, ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം, തോയും കൃത്യമായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പർപ്പസ് ഓഫ് എ എന്ന് പറയുമ്പോഴത്തേക്കും. ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും പറയാം. ഇറ്റ് റിക്വയർസ് സ്കിൽഡ് പേഴ്സൺസ്, ആഡിക്വറ്റ് ട്രെയിനിങ് ആൻഡ് സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്. ആരാ? നിങ്ങളും ഞാനും ഒക്കെ സ്കിൽഡ് പേഴ്സൺ, സ്കില്ല് വേണം ഇത് ചെയ്യാനായിട്ട്. ചുമ്മാ അതൊരു ലേമാനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. 2, അവനെ സ്കിൽഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ആഡിക്വേറ്റ് ട്രെയിനിങ് വേണം. ചുമ്മാ ട്രെയിൻ ചെയ്താൽ പോരാ, നല്ല ട്രെയിനിങ് വേണം. കാര്യം ഇത് ഇങ്ങനെയാണെന്ന് ഒരു ദിവസം കാണിച്ചാൽ വിട്ടുന്നത് ചെയ്യാൻ പറ്റുകയില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും 10 പശുക്കൾ എടുത്താൽ 10 പശുക്കളുടെയും സെർവിക്സ് 10 രീതിക്കായിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു സെർവിക്സ് നമ്മൾ തൊട്ട് പിടിച്ച് തലോടി ഇത് പാസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതാണ് ആഡിക്വേറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ചുമ്മാ ട്രെയിനിങ് കിട്ടിയാൽ പോരാ, അഡിക്വേറ്റ് ട്രെയിനിങ് വേണം, ആവശ്യത്തിന് ട്രെയിനിങ് വേണം. അതുപോലെ എന്ത് വേണം, സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സും വേണം. ഗണ്ണ് പോലുള്ള സാധനങ്ങളും അതുപോലെ നമ്മുടെ ക്രയോക്യാൻ പോലുള്ള സാധനങ്ങളൊക്കെ ആവശ്യമാണ്. ഇനി if a single ejaculated semen is not evaluated correctly, low quality semen may be used in many cows. മനസ്സിലായോ പറഞ്ഞത്? അതായത് നമ്മൾ ഓരോ ഇജാക്കുലേറ്റിനും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരേണ്ട കുറേ നടപടിക്രമങ്ങളുണ്ട്. അതുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബുള്ള് പ്രൂവൺ ആണ് നമുക്കറിയാം. നമ്മൾ അതിൻ്റെ സെമൻ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ കിട്ടിയതിൽ എന്തില്ല, എൻമാസയില്ല, അല്ലെങ്കിൽ മാസ് ആക്ടിവിറ്റി കുറവാണ്, അത് ഡിസ്കാർഡ് ചെയ്ത് കളയണം. അപ്പോൾ ഓരോ ഇജാക്കുലേറ്റും നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ്ലി ഇവാലുവേറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഇവാലുവേഷൻ മിസ്സായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് ഡൈല്യൂട്ടായി ഒരുപാട് പശുക്കളിലേക്ക് പോകാനും അതിൻ്റെ ഫെർട്ടിലിറ്റി കുറയാനും സാധ്യതയുണ്ട്. അതുപോലെ ഇഫ് പ്രോപ്പർ കെയർ ഈസ് നോട്ട് ടേക്കൺ ഇറ്റ് ക്യാൻ സ്പ്രെഡ് ഡിസീസ് വൈഡ്ലി. കൃത്യമായ കെയർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ബ്രൂസെല്ലയെക്കുറിച്ചുള്ള സ്ക്രീനിങ് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ ഒരു ബ്രൂസെല്ല ബാധിച്ചത് തന്നെ അതിന് ഒരു ഡോസ് സെവൻ കയറി പോയാൽ മതി. ഒരു ഡോസല്ല, ഒരു ഇജാക്കുലേറ്റീവ് പോയാൽ മതി. ഒരുപാട് പശുക്കൾക്ക് ബ്രൂസെല്ല വരുമല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയെ കൃത്യമായ കെയർ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇഫ് പ്രഗ്നൻസി ഈസ് നോട്ട് ഡിറ്റക്റ്റഡ് ദ പെർഫോംഡ് ഇൻസെമിനേഷൻ വിത്തൗട്ട് കെയർ അബോർഷൻ മേ ഒക്കർ. പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്യപ്പെട്ടില്ല എന്ന് വെച്ചോളൂ, പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്തില്ല എന്ന് വെച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻസെമിനേഷൻ നമ്മൾ കെയർ ഇല്ലാതെ ചെയ്താൽ അബോർഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് നമുക്കറിയാം നമ്മുടെ സെർവിക്സ് എപ്പോഴാണ് ഓപ്പൺ ആയിരിക്കുന്നത്, ഡ്യൂറിങ് ബർത്ത് അല്ലേ. ബർത്തിൻ്റെ സമയത്തും
ബർത്തിൻ്റെ സമയത്തും പിന്നെ ഹീറ്റിൻ്റെ സമയത്തും മാത്രമേ സെർവിക്സ് ഓപ്പൺ ആയിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളെ ഇൻസെമിനേഷന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ മാസം ഒരു കുത്തിവയ്പ്പ് എടുത്തിട്ടുണ്ട്, പക്ഷേ ഈ മാസം നല്ലൊരു ഹീറ്റ് കാണിക്കുന്നത്. ഹീറ്റ് കാണിക്കുമ്പോഴത്തേക്കും നോർമലി LA ആയിരിക്കും. എന്താണ് LA എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ട്രെയിനിങ് അല്ല, എക്സ്പീരിയൻസ് കുറവാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അബദ്ധം പറ്റി പോകും കേട്ടോ. ഇത് അങ്ങനെ അബദ്ധം പറ്റി പോകും സ്വാഭാവികം. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും സർവീസ് കുഴപ്പമില്ല, യൂട്രസിന് ചെറിയൊരു ടോണൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കുട്ടിയെന്ന് ആ സമയത്ത് അറിയാൻ പറ്റുകയില്ല, മനസ്സിലായ? 2 മാസം ആകാണെങ്കിൽ അറിയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായിരിക്കും, സെർവിക്സ് അപ്പോൾ സീൽഡ് ആയിരിക്കും അല്ലേ, മ്യൂക്കോ സീലി വന്ന് അടഞ്ഞിരിക്കുകയായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, സെർവിക്സിനകത്തേക്ക് ഇതിനിങ്ങനെ തുളച്ച് കയറ്റാൻ വേണ്ടി നോക്കും. മ്യൂക്കോ സീല് പൊട്ടും, അബോർഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ബ്രീഡിംഗ് ഹിസ്റ്ററി കൃത്യമായിട്ട് നമ്മൾ ചോദിച്ചിരിക്കണം, മനസ്സിലാക്കണം. അതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ സെർവിക്സ് ഓപ്പൺ അല്ലെങ്കിൽ കുത്തി തുറക്കാൻ പോകരുത്, മനസ്സിലായി? ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കൂ, പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അല്ലേ, അതുപോലെ അല്ലാതെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാതെ നമ്മൾ അറിയാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അബോർഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡിറ്റക്ഷൻ ഓഫ് ഹീറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഇൻ സം കൗസ് ഡ്യൂ ടു AI ഇൻ ടൈം അല്ലേ, നമുക്ക് ഹീറ്റ് ഡിറ്റക്ഷൻ എന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേതാണെങ്കിൽ ഫാമിൽ ബുള്ളുണ്ടെങ്കിൽ അവൻ കറക്റ്റ് അറിയാം, അവൻ രാവിലെ ഒന്ന് അഴിച്ചുവിട്ട് അവൻ പോയി എല്ലാത്തിനെയും മേഞ്ഞിട്ട് അവൻ വരും, മനസ്സിലായോ? അവൻ അറിയാത്. പക്ഷേ നമുക്കിത് കറക്റ്റ് സമയത്ത് 100 പശു കൊണ്ട് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ AI കറക്റ്റ് സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഡിറ്റക്ഷൻ ഓഫ് ഹീറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഇൻ കേസ് ഓഫ് AI. അതുപോലെ ടേക്സ് മോർ ടൈം ഫോർ ഇൻസെമിനേഷൻ. മറ്റേതാകുമ്പോൾ ബുള്ളൊരു കയറ്റം കയറും, അപ്പോഴതിന് ഇറങ്ങും. ഇതാകുമ്പോൾ ഇച്ചിരി സമയം എടുക്കും അല്ലേ. അതുപോലെ ഇംപ്രോപ്പർ ടെക്നിക്, ഇംപ്രോപ്പർ ക്ലീനിങ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇൻസാനിറ്ററി കണ്ടീഷൻസ് മേ ലീഡ് ടു ലോവർ ഫെർട്ടിലിറ്റി. കൃത്യമായിട്ട് നിങ്ങൾ കെയർ എടുത്തിരിക്കേണ്ട ഭാഗമാണ്. AI ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഷീത്ത് വളരെ ക്ലിയർ ആയിട്ട് ഉപയോഗിക്കുക. ഷീത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക. ഷീത്ത് ഇൻഡിവിജ്വൽ കവറിങ്ങുള്ള ഷീത്താണ് ഇപ്പോൾ തരുന്നത് നിങ്ങൾക്ക്. അപ്പോൾ ഈ ഷീത്ത് കൃത്യമായിട്ട് നമ്മൾ അവസാനമായിരിക്കണം ഷീത്തിൻ്റെ കവർ വിളിക്കേണ്ടത്. ഷീത്തിൻ്റെ കവർ, ഷീത്ത് ഞാൻ പറഞ്ഞു തരില്ല കേട്ടോ, ഏറ്റവും പുറമേ ഇടുന്ന കവറാണ് ഷീത്ത്. ആ ഷീത്തിൻ്റെ കവർ പൊളിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഷീത്തിൻ്റെ അകത്തേക്ക് പോകുന്ന ടിപ്പിൽ നമ്മൾ തുടരുത്. അവിടെ ഒരു ജലാംശം വെള്ളാൻ പാടില്ല, അവിടെ ചാണകത്തിൻ്റെ ഒരു അംശം പോലും വരാൻ പാടില്ല, അവിടെ തുടരുത്. അതെന്ത് ചെയ്യണം, അത് നമ്മൾ വജൈനയ്ക്ക് ഉള്ളിൽ മാത്രമേ തൊടാവൂ. മനസ്സിലായോ? അത് പറഞ്ഞുതരാം. അപ്പോൾ ടെക്നിക്ക് ഇംപ്രോപ്പർ ആണെങ്കിൽ ഇവിടെ നമ്മൾ തൊടാൻ സാധ്യതയുണ്ട്. ക്ലീനിങ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ, ഇൻസാനിറ്ററി കണ്ടീഷൻ ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഈ പറഞ്ഞ ഗണ്ണ് എങ്ങോട്ടാണ് ചെന്ന് കയറുന്നത്, പശുവിൻ്റെ യൂട്രസിനകത്തേക്കാണ്. നോർമലി യൂട്രസിനകത്ത് ഒരു ഇൻഫെക്ഷനൊക്കെ എന്തെങ്കിലും വന്നു ഞാൻ പുറന്തള്ള ഒരു മെക്കാനിസം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഡ്യൂറിങ് ദിസ് പീരീഡ്, അപ്പോൾ ഹീറ്റ് പീരീഡ് സമയത്ത് യൂട്രസ് വളരെയധികം റിസപ്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ്. കാരണം അവിടെ എന്ത് വന്നാലും സ്വീകരിക്കും. കാര്യം വളരെയധികം ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കൂടി ഒരു കുട്ടിയെ വളർത്താനുള്ള പാകപ്പെട്ട പരുവത്തിലായിരിക്കും ആ സമയത്ത് തിരിക്കുക, മനസ്സിലായ? അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇൻഫെക്ഷൻ അകത്തേക്ക് കൊണ്ടുപോയാൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അടുത്ത പ്രാവശ്യം പിന്നെ ഹീറ്റ് വരുമ്പോഴത്തേക്കും പഴുപ്പോട് കൂടിയുള്ള എന്ത് വരും, ഡിസ്ചാർജ് വരും. അപ്പോൾ കുത്തിയാൽ ചെന പിടിക്കില്ല. പിന്നെ അത് ട്രീറ്റ് ചെയ്ത് കുറച്ചാൽ മാത്രമേ ചെന പിടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇത്തരത്തിലുള്ള ഫെർട്ടിലിറ്റി കുറയുന്ന ഇഷ്യൂസൊക്കെ പലപ്പോഴും വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, 7 കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ AI, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ കുത്തിവയ്പ്പല്ല കേട്ടോ, AI എന്ന് പറഞ്ഞാൽ കുത്തിവയ്പ്പ് മാത്രമല്ല, അതിന് മുന്നേ ആദ്യം എന്ത് ചെയ്യണം, സെമൻ കളക്ട് ചെയ്യണം. ഒന്നാമത്തെ സ്റ്റെപ്പ് കളക്ഷൻ ഓഫ് സെമൻ. കളക്ഷൻ കണ്ടോ? കളക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആർട്ടിഫിഷ്യൽ വജൈന തയ്യാറാക്കും. ഈ ആർട്ടിഫിഷ്യൽ വജൈനയിലേക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ പെനിസിനെ റീഡയറക്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സെമൻ കളക്ട് ചെയ്യുന്നത്. 2, എക്സാമിനേഷൻ ഓഫ് സെമൻ ക്വാളിറ്റി. സെമൻ ഈച്ച് ആൻഡ് എവരി ഇജാക്കുലേറ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, എക്സാമിൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അതെ, സെമൻ ക്വാളിറ്റിയെ കൃത്യമായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അതുപോലെ സെമൻ ഡൈല്യൂഷൻ ആൻഡ് പ്രിസർവേഷൻ. അപ്പോൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഡൈല്യൂഷൻ കൊടുക്കാൻ പോകുന്നുള്ളൂ. അതെന്താണ്, നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഇതുപോലെ പ്രിസർവ് ചെയ്ത് വെക്കും. അതുപോലെ ഡെപ്പോസിഷൻ, അവസാനത്തെ പരിപാടിയാണ് എന്ത്, ഡെപ്പോസിഷൻ അഥവാ കൃത്രിമ ബീജാധാനം എന്ന് പറയുന്ന പരിപാടി. ഓക്കെ, അതിന് ഇൻസെമിനേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾക്കത് കൃത്യത്തിൽ കാണാൻ പറ്റും. ഒരാൾ ഇടത്തെ കൈയിട്ട് ഇത് റെക്ടൽ വാളിൽ കൂടെയാണ് നമ്മളിവിടെ പിടിക്കുന്നത്. താഴെയുള്ള യൂട്രസിൽ പിടിക്കും. യൂട്രസിലാണ് ഇവിടെ സെർവിക്സ്, ഇതിനപ്പുറം യൂട്രസ്. അപ്പോൾ സെർവിക്സിൽ പിടിച്ചിട്ട് ഇൻസെമിനേഷൻ ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ എ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇനി കളക്ഷൻ ഓഫ് സെമൻ നോക്കാം. കളക്ഷൻ ഓഫ് സെമൻ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ സാധനങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമ്മളെ മനസ്സിലുണ്ടാവണം. എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം കാണാൻ പോകുന്ന റബ്ബർ സിലിണ്ടറിലെ വിത്ത് വാൽവാണ്. റബ്ബർ സിലിണ്ടർ. ഈ റബ്ബർ സിലിണ്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കും മക്കളെ, ഇതാണ് സിലിണ്ടർ. മനസ്സിലായ? ഈ സിലിണ്ടർ അതിനകത്ത് എന്തിടും? ഇന്നർ ലൈനിങ് ഇടും. ഇന്നർ ലൈനിങ് ഇട്ടതിന് ശേഷം ഇന്നർ ലൈനിങ് എടുത്ത് ഇപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് മടക്കി വയ്ക്കും. മടക്കി വെച്ചിട്ട് അതിൻ്റെ തുമ്പിൽ എന്ത് ചെയ്യും? റബ്ബർ കോൺ അറ്റാച്ച് ചെയ്യും. റബ്ബർ കോൺ അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ അവിടെ ഗ്രാജുവേറ്റ് ട്യൂബ് വെച്ച് വയ്ക്കും. ഇതാണ് അസംബിൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ടോ, ഈ കറുത്ത സാധനം അതിൻ്റെ മുകളിൽ ഈ ബലൂൺ പോലെ സാധനം വലിച്ചിട്ട് അതിൻ്റെ ഈ സാധനം വലിച്ചിങ്ങനെ ഇങ്ങോട്ട് ഇടും. മനസ്സിലായി? ഈ റബ്ബറാണത് വലിച്ചിടും. അപ്പോഴത്തേക്കും എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യും? വെള്ളം നിറയ്ക്കും. ചൂടുവെള്ളം നിറയ്ക്കും. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ഇളം ചൂട് വെള്ളം. അപ്പോൾ ഈ റബ്ബർ ലൈനർ ഉള്ള ഒരു നോർമൽ ഒരു വജൈനയുടെ ഫീൽ അതിനകത്തുണ്ടാവും, ആ വെള്ളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ. അത് കഴിഞ്ഞ് റബ്ബർ കോൺ അത് ഇതിനകത്താണ് ഇജാക്കുലേഷൻ നടക്കുന്നത്, ഗ്രാജുവേറ്റ് ട്യൂബിലേക്ക് കളക്ട് ആവും. ഓക്കെ അല്ലേ? ഇതാണ് ആർട്ടിഫിഷ്യൽ വജൈനയുടെ ഒരു ഏകദേശ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. സെമൻ കളക്ഷൻ. ദ കോമൺ മെത്തേഡ് ഓഫ് കളക്ഷൻ ഓഫ് സെമൻ ഫ്രം ദ ബുൾ, അതായത് ആർട്ടിഫിഷ്യൽ വജൈന ആണ്. ആർക്ക്? ബുള്ളിനും അതുപോലെ ഓപ്പറേറ്റർക്കും സേഫ് ആയത് എന്താണ്? ആർട്ടിഫിഷ്യൽ വജൈന, കൃത്രിമ വജൈന ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ബുള്ളിൻ്റെ പെനിസ് അങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ അതിനൊരു വജൈനയുടെ ഫീല് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇജാക്കുലേഷൻ നടക്കും. ഇതൊക്കെ വളരെ സെക്കൻഡ്സ് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഏതെങ്കിലും ഫാം ഇതുപോലെ പാരൻറ്റ് സ്റ്റോക്കുള്ള ഫാം സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. വളരെ വേഗം നടക്കുന്ന കാര്യമാണ്. ഇതങ്ങോട്ട് കയറും, ആർട്ടിഫിഷ്യൽ വജൈന അങ്ങോട്ട് കൊടുക്കും, പടപട കാര്യം നടക്കും. അടുത്തത് എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗങ്ങൾ നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഹാർഡ് റബ്ബർ സിലിണ്ടർ ഓഫ് അബൌട്ട് 4 ഇഞ്ച് ഡയമീറ്റർ ആൻഡ് 14 ഇഞ്ച് ലെങ്ത്. ഡയമീറ്റർ നമ്മൾ നേരത്തെ ഇത് കണ്ടില്ലേ, ഒരു റബ്ബർ സിലിണ്ടർ കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിന് ഡയമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കണം? 4 ഇഞ്ചാണ് ഡയമീറ്റർ. 4 ഇഞ്ച്. 14 ഇഞ്ച് ഇതാണ് ലെങ്ത്. 14 ഇഞ്ച്. ഇതാണ് ഒരു ആർട്ടിഫിഷ്യൽ വജൈനയുടെ മെഷർമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. ഇങ്ങനെ ഇരിക്കുന്ന സാധനം. ഇനി എ സ്മൂത്ത് റബ്ബർ ലൈനർ ഈസ് പുട്ട് ഇൻസൈഡ് ദ ബോത്ത് എൻഡ്സ് ഓഫ് ദ ലൈനർ ആൻഡ് ഫോൾഡ് ഓവർ ദ എഡ്ജ് ഓഫ് ദി സിലിണ്ടർ. കണ്ടോ, ഇത് ആദ്യം ഇതിനകത്തോട്ട് കേട്ടിട്ട് എഡ്ജിലോട്ട് ഫോൾഡ് ചെയ്ത് വെക്കും. ഇനി വാം വാട്ടർ, നേരത്തെ പറഞ്ഞു 40 മുതൽ 45 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉള്ള വാം വാട്ടറാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ വാം വാട്ടർ നിറയ്ക്കുന്നത് ആക്ച്വലി ഈ റബ്ബർ സിലിണ്ടർ വിത്ത് വാൽവിനകത്താണ്. ഇതിനകത്താണ് വാം വാട്ടർ നിറയ്ക്കുന്നത്. അതുപോലെ അതിനുശേഷം ഈ റബ്ബർ നമ്മുടെ ഈ ലൈനറിൻ്റെ ഇടയ്ക്ക്, ലൈനറിൻ്റെയും അതുപോലെ നമ്മുടെ ഈ പറഞ്ഞ സിലിണ്ടറിൻ്റെ ഇടയ്ക്ക് എന്താണ് വരുന്നത്? എയർ ആണ് ഫില്ല് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇൻ ബിറ്റ്വീൻ ദ ലൈനർ ആൻഡ് സിലിണ്ടർ എയർ ഫില്ല് ചെയ്യും. വാം വാട്ടർ എവിടെ? ഇതിനകത്തല്ലേ, നമ്മുടെ റബ്ബർ സിലിണ്ടർ ഡബിൾ വാൾഡ് സിലിണ്ടറാണ്, അതിനകത്തേക്ക് വാം വാട്ടർ നിറയ്ക്കും. അപ്പോൾ ഈ റബ്ബർ കോൺ ഈസ് അറ്റാച്ച് ചെയ്ത് വൺ എൻഡ് ഓഫ് ദ സിലിണ്ടർ, ഒരു എൻഡിൽ നമ്മൾ റബ്ബർ കോൺ അറ്റാച്ച് ചെയ്യും, ഇതെടുത്ത് അറ്റാച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിൽ എന്തുണ്ടാവും? ഗ്രാജുവേറ്റ് ട്യൂബ് ഉണ്ടായിരിക്കും അല്ലേ. അറ്റ് 1 end there will be a cone and 7 collection vial is fixed. അത്രയേ ഉള്ളൂ. ഇൻസുലേഷൻ ബാഗ് ഫോർ കീപ്പിംഗ് ദ AV അണ്ടർ ഡിസൈഡ് ടെമ്പറേച്ചർ ക്യാൻ ആൾസോ ബി യൂസ്ഡ്. നമ്മൾ ഒരിക്കൽ AV പ്രിപ്പയർ ചെയ്തെന്ന് വെച്ചോ, അപ്പോൾ AV പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂട് പോകാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ഇൻസുലേഷൻ ബാഗ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിനകത്ത് വെച്ചാൽ നമ്മൾ ആ അടച്ച വെള്ളത്തിൻ്റെ ചൂട് അതുപോലെ തന്നെ നിൽക്കും എന്നുള്ളതാണ്. അതുപോലെ once AV is prepared, the bull is allowed to mount on a cow. When the bull mounts, operator directs the penis into the artificial vagina. അല്ലേ, മൗണ്ട് ചെയ്യാൻ വേണ്ടി സമ്മതിക്കും. അപ്പോഴത്തേക്കും അവിടെ ഒരു ഇയാൾ ശ്രദ്ധയില്ലാതെ നേരെ പോയി അവിടെ പോയി ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവിടെ ഏപ്രണ കെട്ടി കൊടുക്കും കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഏപ്രണിൽ പോയി തട്ടും. ഏപ്രണിൽ പോയി തട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? തട്ടണ മുന്നേ തന്നെ കറക്റ്റ് ഡയറക്റ്റ് ചെയ്ത് AVയിലോട്ട് ഇതിനെ കൊണ്ടുവരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഫ്രം എ മെച്ചർ ബുൾ 2 collections ക്യാൻ ബി ടേക്കൺ ഇൻ എ വീക്ക്. ഇതാണ് ചോദ്യം ഇവിടുത്തെ. ഒരു മെച്ചർ ബുള്ളിൽ നിന്ന് 2 കളക്ഷൻസ് വരെ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ഇവാലുവേഷനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ചാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണേ. ചോദിക്കാൻ പറ്റുന്ന ഏരിയയാണ്. വോളിയം നോർമലി 5 to 8 മില്ലി. കളർ ഒരു ഡൾ വൈറ്റ് ആയിരിക്കും. ഡെൻസിറ്റി കളറല്ല പറയാം, ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ കളക്ട് ചെയ്യുന്ന സെമൻ്റെ ഇതുവഴി നോക്കിയാൽ അപ്പുറം കാണാൻ പറ്റുമെന്ന് നോക്കും നമ്മൾ. അതായത് വെള്ളം നമ്മൾ ഇവിടെ നോക്കി അപ്പുറം കാണാൻ പറ്റും. കഞ്ഞിവെള്ളം എടുത്തിട്ട് ഇവിടെ നോക്കി അപ്പുറം കാണാൻ പറ്റുമോ? കാണത്തില്ല, കാരണം അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് അല്ലേ. അതേപോലെ ഒപ്പേക്ക് ആയിരിക്കണം, അപ്പുറം കാണാൻ പറ്റാൻ പാടില്ല ഡെൻസിറ്റി പറയുമ്പോഴത്തേക്കും അല്ലേ. 300 to 2500 million sperms per ml. ഈ 300 താഴെ വന്നാൽ ഇത് ഒപ്പേക്ക് ആവത്തില്ല, ചിലപ്പോൾ അപ്പുറം കാണാൻ പറ്റും നമുക്ക്. മനസ്സിലായി?
അതുപോലെ മാസ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ഒരു ലോ പവർ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ഇതിനെ നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാണപ്പെടുന്ന തിരയടിക്കുന്നത് പോലൊരു ആക്ടിവിറ്റി കാണാൻ പറ്റും, വേവ് ലേക്ക് മൂവ്മെൻറ്റ് കാണാൻ പറ്റും. എൻ മാസേ അല്ലെങ്കിൽ മാസ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും. അടുത്തത് മോട്ടിലിറ്റി നമ്മൾ അളക്കും. മോട്ടിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത്? 70% മോട്ടിലിറ്റി വേണം. നമ്മൾ ഹൈ പവർ മൈക്രോസ്കോപ്പിൽ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും അത് 100 സെല്ലുകൾ പരിശോധിക്കുമ്പോൾ 70 എണ്ണവും മോട്ടിലിറ്റി ഉണ്ടാവണം, ബാക്കി 30 എണ്ണം ചത്ത് ഇടാനും കുഴപ്പമില്ല. അപ്പോൾ നോക്കാം, ഒന്നുകൂടെ ഇവാലുവേഷൻ ഡീറ്റെയിൽ നോക്കിയാണ്. വോളിയം, യൂഷ്വൽ വോളിയം എത്ര? 5 to 8 ml ചോദിക്കാം കേട്ടോ. 5 to 8 ml പഠിച്ചു വെച്ചേക്കണം. 5 ഒന്ന് കുറച്ച് പറഞ്ഞേ, എത്ര യൂഷ്വൽ വോളിയം ഓഫ് നോർമൽ ഇയാക്കിൽ? 5 to 8 ml. ബുള്ളിൽ എത്ര? 5 to 8 ml. എത്രയാണ്? 5 to 8 ml. എത്രയാണ്? 5 to 8 ml. അതുപോലെ കളർ എന്നാൽ ഡൾ വൈറ്റ് കളറാണ്. അതുപോലെ ഒപ്പേക്ക് ആയിരിക്കണം, ഡൾ വൈറ്റ് ആയിരിക്കണം. അതുപോലെ ഡെൻസിറ്റി നോക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കണം? ഒപ്പേക്ക് ആയിരിക്കണം. മാസ് ആക്ടിവിറ്റി നോക്കാം. എന്താ മാസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? മാസ് ആക്ടിവിറ്റി നോക്കാം നമുക്ക്. ഇത് കണ്ടോ നിങ്ങൾ? ഇത് ലോ പവർ മൈക്രോസ്കോപ്പിൽ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കാണപ്പെടുന്ന ഈ മാസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണിത്. കണ്ടില്ലേ? ഒരു വേവ് അടിക്കുന്ന പോലെ, തിരയടിക്കുന്ന പോലെ കാണുന്നില്ലേ നിങ്ങൾ? അതാണ് ദ മാസ് ആക്ടിവിറ്റി ആൻഡ് മോട്ടിലിറ്റി ആർ ഗുഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദി സെമൻ. നമുക്കറിയാം ഇത്തരത്തിലൊരു മൂവ്മെന്റ് ഇതിന് ആവശ്യമാണ് അല്ലേ? ഇത്തരത്തിലുള്ള മൂവ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ മോട്ടിലിറ്റിയാണ് കാണിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള മൂവ്മെന്റ് ആണ്, അതിനകത്തുള്ള കുറെ ജീവികൾ കിടന്ന് ഓടുന്നത് പോലെ അല്ലേ? ദ മാസ് ആക്ടിവിറ്റി ആൻഡ് മോട്ടിലിറ്റി ആർ ഗുഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ദ ഫെർട്ടിലിറ്റി ഓഫ് സെമൻ. മാസ് ആക്ടിവിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യത്തില്ല, മാറ്റി വെക്കണം കേട്ടോ. അതുപോലെ ഡ്രോപ്പ് ഓഫ് എന്താ ചെയ്യുന്നത് ഇവിടെ? എ ഡ്രോപ്പ് ഓഫ് ഫ്രഷ് അൺഡൈലൂറ്റഡ് സെമൻ എക്സാമിൻഡ് അണ്ടർ ദ ലോ പവർ ഓഫ് ദ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിന് ലോ പവറിലാണ് മാസ് ആക്ടിവിറ്റി നോക്കുന്നത്. ചോദിക്കും കേട്ടോ, അത് ലോ പവർ മൈക്രോസ്കോപ്പിലാണ് മാസ് ആക്ടിവിറ്റി നോക്കുന്നത്. മനസ്സിലായ? അതുപോലെ എന്തിനാണ് മാസ് ആക്ടിവിറ്റി? ഈ ഇതിന് പേരുണ്ട് എൻ മാസേ. ഇങ്ങനെ ചിലർ ചോദിക്കുന്നത് എന്താ എൻ മാസേ എന്ന് പറയട്ടെ. എൻ മാസേ അതാണ്. അവിടെ വേവ് ലേക്ക് മൂവ്മെന്റ് കാണാൻ പറ്റും, അതിന് നമ്മൾ എൻ മാസേ എന്ന് വിളിക്കും അല്ലേ? ഡിസൈറബിൾ മാസ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ ഡയലൂഷൻ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ഡിസൈറബിൾ ആയിട്ടുള്ള മാസ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഡയലൂഷന് കൊടുക്കാൻ പാടുള്ളൂ. ഡയലൂഷൻ ചെയ്താലാണ് പിന്നെ എന്ത് നോക്കുക? നമ്മൾ അടുത്ത പരിപാടി നോക്കുക. അപ്പോൾ ഡിസൈറബിൾ മാസ് ആക്ടിവിറ്റിയും രണ്ടാമത്തത് മോട്ടിലിറ്റിയുമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ? ഗുഡ് ഇൻഡിക്കേറ്റേഴ്സ്. ചോദിക്കാം, മാസ് ആക്ടിവിറ്റി ആൻഡ് മോട്ടിലിറ്റി ആർ ഗുഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഫെർട്ടിലിറ്റി. ഇതാണ് പറയുന്നത് ഗുഡ്. ഏറ്റവും ബാക്കിയുള്ള എല്ലാം നമുക്ക് ഫെർട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ഇൻഡിക്കേഷൻ ഉണ്ടായിരിക്കും. കളറ്, അതുപോലെ വോളിയം, അതുപോലെ ഒപ്പേക്ക്, ഡെൻസിറ്റി, ഇതെല്ലാം നോക്കാം. അപ്പോൾ അതിനൊക്കെ മാസ് ആക്ടിവിറ്റി മോട്ടിലിറ്റി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും മെച്ചപ്പെട്ട ആ ഇൻഡിക്കേറ്റേഴ്സ്. അതുപോലെ മാസ് ആക്ടിവിറ്റി നോക്കുന്നത് അൺഡൈല്യൂട്ടഡ് ആയിട്ടുള്ള സെമനിലാണ്, മറക്കരുത്. അൺഡൈല്യൂട്ടഡ് ആയിട്ടുള്ള സെമനിലാണ് മാസ് ആക്ടിവിറ്റി നോക്കുന്നത്. അതുപോലെ അടുത്തെന്തായിരുന്നേ? മൈക്രോസ്കോപ്പിൽ ലോ പവറിലാണ് നോക്കുന്നേ. അപ്പോൾ അങ്ങനെയുള്ള ഇത്തരത്തിൽ കാണപ്പെടുന്ന ആ ഒരു വേവ് ലേക്ക് മോഷനാണ് എൻ മാസ എന്ന് വിളിക്കുന്നത്. ഇത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഡയലൂഷൻ കൊടുക്കും. ഓക്കെ, അടുത്തെന്താണ്? മോട്ടിലിറ്റി. മോട്ടിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് നോക്കാം. മോട്ടിലിറ്റി നോക്കാം. അപ്പോൾ ഫോർ ടെസ്റ്റിംഗ് മോട്ടിലിറ്റി ഡൈലൂട്ടഡ് സെമൻ ഈസ് ദെൻ ടെസ്റ്റഡ് ഫോർ മോട്ടിലിറ്റി അല്ലെ? എന്താണ്? നമ്മൾ ആദ്യം ഇതിനെ നമ്മൾ കണ്ടെത്തി, മാസ് ആക്ടിവിറ്റി എന്ന് മനസ്സിലാക്കി. ഇങ്ങനെയാണ് മോട്ടിലിറ്റി അളക്കുക. കണ്ടോ, ഇത്രയും സെൽസ് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് ഡൈല്യൂട്ട് ചെയ്തതിനു ശേഷം അല്ലേ? ഇതിനകത്ത് 70% ഈ മോട്ടിലിറ്റി മൂവ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വി വിൽ സെലക്ട് ഇറ്റ് അല്ലേ? ഇതാണ് മോട്ടിലിറ്റി. നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ്? വാൽമാക്കർ ഇങ്ങനെ പോകുന്നതാണെങ്കിൽ ഓരോരോ സെല്ലുകൾ പോകുന്നതാണല്ലേ? ഇത് ലോ പവർ കിട്ടോ? ഇല്ല, ഹൈ പവർ മൈക്രോസ്കോപ്പിൽ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലേ? എന്തിലാ? ഹൈ പവർ മൈക്രോസ്കോപ്പിൽ ഇത് കാണാൻ പറ്റത്തുള്ളൂ. ഫോർ ടെസ്റ്റിംഗ് മോട്ടിലിറ്റി സെമൻ ഡൈല്യൂട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും? മോട്ടിലിറ്റി നോക്കും. അതുപോലെ ഈ ഡ്രോപ്പ് ഓഫ് ഡൈല്യൂട്ടഡ് സെമൻ ആണ് ചെയ്യുന്നത്. ഒരു ഗ്ലാസ് സ്ലൈഡിൽ വെച്ചതിന് ശേഷം കവർ സ്ലിപ്പ് ഇട്ടിട്ട് ഹൈ പവർ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് നമ്മൾ നോക്കും അല്ലേ? അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പെർസെൻറ്റേജ് ഓഫ് പ്രോഗ്രസീവ്ലി മോട്ടൈൽ സ്പേം, മുമ്പോട്ട് ചലിക്കുന്നത്. അതാണ് ശ്രദ്ധിക്കണം. എന്താണ്? പ്രോഗ്രസീവ്ലി മോട്ടൈൽ സ്പേം. പ്രോഗ്രസീവ്ലി മുന്നോട്ട് മാത്രം ചലിക്കുന്നത്, അനങ്ങിക്കൊണ്ടിരിക്കും ചിലപ്പം. പക്ഷെ മുന്നോട്ട് ചലിച്ചാൽ മാത്രമേ അവൻ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കയറി പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള പ്രോഗ്രസീവ്ലി മോട്ടൈൽ സ്പേം ഇൻഡിവിജ്വൽ മൂവ്മെന്റ് നോക്കുക, ഓരോന്നിൻ്റെയും മൂവ്മെന്റ് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 70%, അതായത് 100 സെൽസ് പരിശോധിക്കുമ്പോഴത്തേക്കും ഏകദേശം 70% സെല്ലുകളും മുന്നോട്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ യൂസ് ചെയ്യാം. മനസ്സിലായടാ? അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മാസ് ആക്ടിവിറ്റി നോക്കുന്നത് എവിടെയാണ്? ഹൈ പവർ അല്ല, ലോ പവറിൽ അൺഡൈലൂട്ടഡ് സെമനിലാണ് നോക്കുന്നത്. എൻ മാസ എന്നറിയപ്പെടുന്നു അല്ലേ? അതുപോലെ മോട്ടിലിറ്റി നോക്കുമ്പോൾ എങ്ങനെയാണ്? ഡൈലൂട്ടഡ് സെമനാണ് നോക്കുന്നത്. ഹൈ പവർ മൈക്രോസ്കോപ്പിൽ നോക്കും 70% സ്പേംസും പ്രോഗ്രസീവ് മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ, മുന്നോട്ട് തന്നെയാണ് വാലടിച്ച് പോയിക്കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ വിൽ സെലക്ട് അല്ലേ? അത് നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ എന്താ മക്കളെ പറഞ്ഞ് നമ്മൾ
ഗുഡ് ഫെർട്ടിലിറ്റിയുടെ പ്രധാനപ്പെട്ട 2 ഇൻഡിക്കേറ്ററാണ് മാസ് ആക്ടിവിറ്റിയും മോട്ടിലിറ്റിയും. ഈ 2 കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഇനി ഡയലൂഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് സെമൻ ഷുഡ് ബി ഡയലൂട്ടഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കളക്ഷൻ. ഒരുപാട് സമയം വെച്ചിട്ട് ചെയ്യാൻ പാടില്ല. നോക്കാം, എന്തിനാണ് ഡയലൂഷൻ ചെയ്യുന്നത്? ഡയലൂഷൻ ഇൻക്രീസസ് ദ വോളിയം ആൻഡ് ദ കീപ്പിംഗ് ക്വാളിറ്റി. മനസ്സിലായോ? ഡയലൂഷൻ ചെയ്താൽ നമുക്ക് വോളിയം കൂട്ടാൻ പറ്റും, കൂടുതൽ കൗസിനെ ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? പറ്റും. കാര്യം എന്താ? കോടാനുകോടി സ്പേംസ് ആണ് ഓരോ ഇജാക്കുലേറ്റിലും പുറത്ത് വരുന്നത്. അത്രയും നമുക്ക് ആവശ്യമില്ല, അല്ലേ? നമ്മളതിനെ കൃത്യമായി ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം കീപ്പിംഗ് ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ഡൈല്യൂവൻറ്റിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചേർക്കും, അല്ലേ? അങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഡൈല്യൂഷൻ 2 കാര്യങ്ങളാണ്. എന്താണ്? വോളിയം വർദ്ധിപ്പിക്കുന്നു, കീപ്പിംഗ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കൗസിനെ നമുക്ക് ഇൻസെമിനേഷൻ ചെയ്യാൻ കഴിയുന്നു. ഇനി പ്രധാനമായിട്ടും 3 മെത്തേഡ്സ് ആണ് ഇത്തരത്തിൽ സ്പേം പ്രിസർവേഷനിൽ സെമൻ പ്രിസർവേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം മക്കളെ. ചിൽഡ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റഡ് സ്റ്റോറേജ്. ചിൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും തണുപ്പിച്ച് സൂക്ഷിക്കുക, ഐസാക്കി സൂക്ഷിക്കലല്ല കേട്ടോ. തണുപ്പിച്ച് എത്ര? 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് ചിൽഡ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ. എത്ര? 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡൈലൂട്ടിൻ്റെ പേര് എഗ് യോക്ക് സിട്രേറ്റ്. സിട്രിക് ആസിഡ് സെമൻ്റെ തന്നെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സിട്രിക് ആസിഡിനാൽ സമ്പുഷ്ടമായിട്ടുള്ള ഫ്ലൂയിഡ് ഏതാണ്? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നോക്കാം. എഗ് യോക്ക് സിട്രേറ്റ്, UIC. UIC is the commonly used diluent for preservation of semen under refrigeration temperature. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് ചിൽഡ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3/4 ക്വാണ്ടിറ്റി ഓഫ് സോഡിയം സിട്രേറ്റ് സൊല്യൂഷൻ. സോഡിയം സിട്രേറ്റ് 3/4 മെയിൻ അതാണ്. ബാക്കി എത്രയാണ്? അതുപോലെ എന്താണ്? 1/4 ഓഫ് ഫ്രഷ് ഹെൻസ് എഗ് യോക്ക്. 1/4. അപ്പോൾ സോഡിയം സിട്രേറ്റ് സൊല്യൂഷൻ്റെ പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട് 2.96%. സോഡിയം സിട്രേറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറിൽ 2.96 സോഡിയം സിട്രേറ്റ് ലയിപ്പിച്ച ലായനിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം അതിൽ കാൽഭാഗം ഫ്രഷ് ഹെൻസ് എഗ് യോക്ക്, അതായത് കോഴിമുട്ടയുടെ മഞ്ഞ. സ്മാൾ ക്വാണ്ടിറ്റീസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആർ ആൾസോ ആഡ് ടു പ്രിവെൻറ്റ് ബാക്ടീരിയൽ ഗ്രോത്ത്. അത് ഈ 2 സാധനം സിട്രേറ്റും അതുപോലെ എഗ് യോക്കും വരുമ്പോഴത്തേക്കും ഇഷ്ടം മാതിരി ബാക്ടീരിയക്ക് വളരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ബാക്ടീരിയ എങ്ങനെയെങ്കിലും കടന്നുകൂടാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ആഡ് ചെയ്യും ബാക്ടീരിയൽ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ മാക്സിമം എമൗണ്ട് ഓഫ് ഡൈല്യൂഷൻ എത്ര? 50 ടൈംസ് ആണ് ചോദിച്ചിട്ടുണ്ട് ഇത് കേട്ടോ. 50 ടൈംസ് ആണ്. അതായത് 50 ടൈംസ് ആണ്. ഒരു 4 ml കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? 5 ml വരില്ലേ? 5 ml കിട്ടിക്കഴിഞ്ഞാൽ 250 മില്ലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും, അല്ലേ? അത്രയാണ്. അപ്പോൾ മാക്സിമം എമൗണ്ട് ഓഫ് ഡൈല്യൂഷൻ 50 ടൈംസ്. മറന്നത് ചോദിക്കും കേട്ടോ, കൃത്യമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ UIC എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? മറക്കല്ലേ, ചിൽഡ് റെഫ്രിജറേറ്റർ അല്ലേ? റെഫ്രിജറേറ്റഡ് സ്റ്റോർ അല്ലെങ്കിൽ ചിൽഡ് സ്റ്റോർ എന്ന് കൃത്യമായിട്ട് എഴുതിക്കോണം. എഗ് യോക്ക് സിട്രേറ്റ് എഴുതിക്കോണം. എഗ് യോക്ക് സിട്രേറ്റ് എഴുതിക്കോണം. എഗ് യോക്ക് സിട്രേറ്റ് UIC എഗ് യോക്ക് സിട്രേറ്റ് എഴുതിക്കോണം. അതുപോലെ അതിൽ 3% ഭാഗം എന്താണ്? സോഡിയം സിട്രേറ്റ് സൊല്യൂഷൻ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ 75% കറക്റ്റാണ്. നമ്മുടെ UICയുടെ 75% എന്താണ്? സോഡിയം സിട്രേറ്റ് ആണ്. അതിൻ്റെ ഗാഠത 2.96% ആയിരിക്കും. അതുപോലെ കാൽഭാഗം അല്ലെങ്കിൽ 25% ഹെൻസ് എഗ് യോക്ക് ആയിരിക്കും, കോഴിമുട്ടയുടെ മഞ്ഞയായിരിക്കും. അതിൻ്റെ കൂടെ കുറച്ച് ഈ ബാക്ടീരിയയുടെ നല്ലൊരു സൊല്യൂഷൻ ആയതുകൊണ്ട്, അല്ല ബാക്ടീരിയക്ക് വളരെ പറ്റിയ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ ബാക്ടീരിയ ഗ്രോത്ത് തടയാൻ വേണ്ടി കുറച്ച് ആൻറ്റിബയോട്ടിക് നമ്മൾ ആഡ് ചെയ്യും. അതുപോലെ ഇതിൽ മാക്സിമം എമൗണ്ട് ഓഫ് ഡൈല്യൂഷൻ എത്ര? 50 ടൈംസ് ആണ് കേട്ടോ. നോക്കാം. The dilution rate is regulated in such a way that the final concentration will be 30 million sperms per dose of semen. അതായത് ഡൈല്യൂഷൻ റേറ്റ് നമ്മളെങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നത്? ഒരു ഡോസിൽ 30 മില്യൺ സ്പേം ഉണ്ടായിരിക്കണം. ആ കണക്കിനാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ഫൈനൽ കോൺസെൻട്രേഷൻ വെച്ചിട്ട് നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏകദേശം കണക്കാണ് 50 ടൈംസ് എന്ന് പറഞ്ഞത്. 50 ടൈംസ് ആകുമ്പോൾ ഏകദേശം 30 മില്യൺ സ്പേംസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ടോട്ടൽ നമ്പർ ഓഫ് സ്പേംസിന് വെച്ചിട്ട് 50 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ അത് കിട്ടും കേട്ടോ. 30 മില്യൺ സ്പേംസ് ഉള്ള തരത്തിലായിരിക്കും ഇതിനെ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇത്തരത്തിൽ ഡൈലൂട്ടഡ് സെമൻ എന്ത് ചെയ്യും? ക്യാൻ ബി സ്റ്റോർഡ് അറ്റ് 4 to 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഇൻ റെഫ്രിജറേറ്റർ ഫോർ 2 to 3 days. ചിൽഡ് സെമൻ ഈസ് ക്യാരിഡ് ഓർ ട്രാൻസ്ഫർഡ് ഇൻ ഐസ് ഫിൽഡ് തെർമോഫ്ലാസ്ക്സ്, അല്ലേ? അപ്പോൾ നമുക്ക് ഇത്ര 2 മുതൽ 3 ദിവസത്തേക്ക് മാത്രമേ ഇങ്ങനെ ചിൽഡ് സ്റ്റോറേജിൽ വെക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതുപോലെ 4 മുതൽ 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് റെഫ്രിജറേറ്ററിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും.
കൊണ്ടുപോകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തെർമോ ഫ്ലാസ്കുകൾ ഉപയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ സെമൻ എടുത്ത് 2-3 ദിവസങ്ങളിൽ നമുക്കൊരു 10-100 പശുക്കൾ കുത്തിവയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. പക്ഷേ ഇപ്പോൾ നിലവിൽ സാഹചര്യത്തിൽ ഈ വൈസ് വെച്ചുള്ള ഒരു പരിപാടിയും ഇല്ല. ഓക്കെ, ഇനി റൂം ടെമ്പറേച്ചർ പ്രിസർവേഷൻ. നമുക്കിപ്പോൾ എന്തില്ല, ഇത് അതിന് മുന്നേ ഉണ്ടായിരുന്ന സാധനമാണ്. അതായത് റെഫ്രിജറേഷൻ സ്റ്റോറേജിന് മുന്നേ ഉണ്ടായ സാധനം റൂം ടെമ്പറേച്ചർ പ്രിസർവേഷൻ. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന സാധനം കോക്കനട്ട് മിൽക്ക് എക്സ്റ്റൻഡറാണ്. കോക്കനട്ട് മിൽക്ക് എക്സ്റ്റൻഡർ എന്താണ്? അപ്പോൾ നമുക്ക് റൂം ടെമ്പറേച്ചർ പ്രിസർവേഷൻ CME കോക്കനട്ട് മിൽക്ക് എക്സ്റ്റൻഡർ മറന്നുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റൂം ടെമ്പറേച്ചർ പ്രിസർവേഷൻ ഉപയോഗിക്കുന്ന സാധനം എന്താണ്? CME കോക്കനട്ട് മിൽക്ക് എക്സ്റ്റൻഡർ. എന്താണ് കോക്കനട്ട് മിൽക്ക് എക്സ്റ്റൻഡർ? എന്താണ് കോക്കനട്ട് മിൽക്ക് എക്സ്റ്റൻഡർ ആണ്. ഈ വൈസി ആകുമ്പോൾ എന്താണ്? എഗ് യോക്ക് സിട്രേറ്റ് ആകുമ്പോൾ എന്താണ്? റെഫ്രിജറേറ്റഡ് സ്റ്റോറേജ് ആണ്, മറന്നു പോകരുത് കേട്ടോ. ഇനി നോക്കാം CMEയിൽ എന്താ ഉള്ളത്? കോക്കനട്ട് വാട്ടർ, കരിക്കും വെള്ളം അല്ലെങ്കിൽ തേങ്ങാ വെള്ളം. സോഡിയം സിട്രേറ്റ് അവിടെയുണ്ട്, ഇവിടെയുണ്ട് അല്ലേ. എഗ് യോക്ക് അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ആൻറ്റിബയോട്ടിക്സ് അവിടെയുണ്ട്, ഇവിടെയുണ്ട്. പിന്നെന്താ വരുന്നത്? കുറച്ച് കാറ്റലൈസ് എൻസൈമുകളും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സോഡിയം സിട്രേറ്റ് അവിടെയുണ്ട്, ഇവിടെയുണ്ട്. എഗ് യോക്ക്, ആൻറ്റിബയോട്ടിക് അവിടെയുണ്ട്. കാറ്റലൈസ് എൻസൈമും കോക്കനട്ട് വാട്ടറുമാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അത് ഞാൻ EYCയും CMEയും തമ്മിൽ കമ്പയർ ചെയ്താണ്. അതാണ് ഞാൻ അവിടെയുണ്ട്, ഇവിടെയുണ്ടെന്ന് പറഞ്ഞത്. മനസ്സിലായി? അപ്പോൾ EYC ഉപയോഗിക്കുന്നു, അതിനകത്തുള്ള സാധനങ്ങളും അതിലൂടെ കുറച്ച് കോക്കനട്ട് വെള്ളവും കുറച്ച് കാറ്റലൈസ് എൻസൈമും കിട്ടാൻ എന്തായി? കോക്കനട്ട് മിൽക്ക് എക്സ്റ്റൻഡറായി. In this method, semen can be stored for a few days at room temperature, but the semen quality was found to be poor and so the use was discontinued. അതായത് ഒരു കുറച്ച് ദിവസങ്ങളിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചർ പ്രിസർവ് ചെയ്യാൻ പറ്റും, പക്ഷേ ക്വാളിറ്റി വളരെ കുറവായതുകൊണ്ടും ഫെർട്ടിലിറ്റി കുറവായതുകൊണ്ടും ഈ മെത്തേഡ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. മറ്റേത് ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള കളി വരുന്നത്. ഇപ്പോഴത്തെ കളി ഇത് കൃത്യമായിട്ട് പഠിച്ചോണം നിങ്ങൾ. അപ്പോൾ അടുത്ത് നോക്കാം നമുക്ക് ഡീപ് ഫ്രീസിങ്. ഡീപ് ഫ്രീസിങ് ഏതാണ് താരം? നമുക്ക് നോക്കാം. The diluted semen is frozen and stored at -196 degree centigrade. എവിടെ? ലിക്വിഡ് നൈട്രജൻ അല്ലേ. എന്തില്ല? ലിക്വിഡ് നൈട്രജൻ. നിങ്ങളുടെ സർവീസിൽ കയറി ഏറ്റവും കൂടുതൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സാധനം ലിക്വിഡ് നൈട്രജൻ. എത്ര? ചില്ലറൻ ചുറ്റമല്ല മക്കളെ. എത്ര? -196 ഡിഗ്രി സെന്റിഗ്രേഡ്. ഒന്ന് ആലോചിച്ച് നോക്കി എന്തോരം തണുപ്പായിരിക്കും എന്നുള്ള കാര്യം. എൻ്റെ പൊന്നടാവേ അല്ലേ, അമ്മാതിരി തണുപ്പാണ് സാധനത്തിന്. എന്താണ് ഡൈലൂട്ടഡ് സെവൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? -196 ഡിഗ്രി സെന്റിഗ്രേഡിൽ. പ്രീവിയസ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് എത്ര തവണ ചോദിച്ചെന്ന് എനിക്കറിയില്ല, ചോദിച്ചിട്ടുണ്ട്. ലിക്വിഡ് നൈട്രജൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? -196 ഡിഗ്രി സെന്റിഗ്രേഡ്. ഫാരൻഹീറ്റ് അല്ല, സെന്റിഗ്രേഡ്. എഴുതുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച് ചെയ്യണം. അയ്യോ എനിക്കറിയാം -1 ഞാൻ എഴുതി. അയ്യോ സാറേ ഫാരൻഹീറ്റ് ആയിപ്പോയി, മാറിപ്പോയി. പറയരുത്, അട്ടി കിട്ടും. പരീക്ഷ ഫാരൻഹീറ്റായിരിക്കും, എഴുതരുത് കേട്ടോ. -196 ഡിഗ്രി സെന്റിഗ്രേഡ്. എവിടെ? ലിക്വിഡ് നൈട്രജൻ സൂക്ഷിക്കാം. എന്താ അവിടെ ഉപയോഗിക്കുന്ന സാധനം? ട്രിസ് ഗ്ലിസറോൾ ആണ്. ട്രിസ് ഗ്ലിസറോൾ ഡൈലുവന്റ്. അവിടെ എന്താ പഠിച്ചത്? ആദ്യം EYC പഠിച്ചു. പിന്നെന്താ പഠിച്ചേ പറ? CME കോക്കനട്ട് മിൽക്ക് എക്സ്റ്റൻഡർ, റൂം ടെമ്പറേച്ചർ പ്രിസർവേഷൻ. ഇവിടെ ട്രിസ് ഗ്ലിസറോൾ ആണ് ഡൈലുവന്റ്. മനസ്സിലായി? എന്താണ് ഇതിനകത്ത് 7% ഗ്ലിസറോളാണ്. അതുപോലെ എന്താണ് ഫ്രക്ടോസും എഗ് യോക്കുമാണുള്ളത്. എത്ര? 7% ഗ്ലിസറിനാണ്. എന്ത്? ഗ്ലിസറിൻ അല്ലെങ്കിൽ ഗ്ലിസറോള്. അപ്പോൾ അടുത്ത ചോദ്യമുണ്ട്. ക്രയോ പ്രൊട്ടക്റ്റന്റ് യൂസ്ഡ് ഇൻ ഡീപ് ഫ്രീസിങ്. അതായത് ക്രയോ പ്രൊട്ടക്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം നല്ല തണുപ്പാണല്ലേ. നമ്മുടെ മേത്തൊക്കെ ഈ തണുപ്പ് വീണാൽ പൊള്ളിപ്പോവും, ഡയറക്റ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ. മനസ്സിലായോ? പൊള്ളിപ്പോകാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്പേമുകളെ പൊതിഞ്ഞ് സൂക്ഷിക്കണ്ടേ? ആ പൊള്ളൽ പോലുള്ള അത്രയും നെഗറ്റീവ് ടെമ്പറേച്ചർ ഒന്നും വേണം. അതിനുവേണ്ടി അതാണ് ക്രയോ പ്രൊട്ടക്റ്റന്റ് എന്ന് പറയുക. ക്രയോ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി സഹായിക്കുന്ന സാധനം ഏതാണ്? ഗ്ലിസറോളാണ് കേട്ടോ. 7% ഗ്ലിസറോളാണ് ഈ ക്രയോ പ്രൊട്ടക്റ്റന്റ്. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ക്രയോ പ്രൊട്ടക്റ്റന്റ് ആയിട്ട് ട്രിസ് ഗ്ലിസറോളിൽ ഉപയോഗിക്കുന്ന സാധനം എന്താണ്? ഗ്ലിസറിനാണ് അല്ലെങ്കിൽ ഗ്ലിസറോളാണ്. അതിനകത്ത് വേറെ എന്തൊക്കെയുണ്ട്? ഫ്രക്ടോസുമുണ്ട്, എഗ് യോക്കുമുണ്ട്. ഇനി നോക്കാം. ഡൈലൂട്ടഡ് സെമൻ ഈസ് ഫിൽഡ് ഇൻ സ്മാൾ പ്ലാസ്റ്റിക് സ്ട്രോസ് കൊണ്ട് 0.25 ml. 1/4 മില്ലി മതി അല്ലേ. അതുപോലെ എന്താണ് ലിക്വിഡ് നൈട്രജൻ സൂക്ഷിക്കുന്നത്? -196 ഡിഗ്രി സെന്റിഗ്രേഡിൽ നമ്മൾ സൂക്ഷിക്കും അല്ലേ, അല്ലേടാ. അതുപോലെ ഫ്രോസൺ സെമൻ റിക്വയർസ് ലിക്വിഡ് നൈട്രജൻ ക്യാൻസ്. ക്രയോ ക്യാൻസ് വേണം. ക്രയോ ക്യാൻസ് ഉണ്ടെങ്കിലേ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ക്രയോ ക്യാൻ എന്ന് പറയുമ്പോൾ വല്ലാത്ത സംഭവമാണ്. ഒരു വമ്പൻ ഫ്ലാസ്ക് ആണിത്. ഇത്രയും തണുപ്പിനെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വലിയ ഫ്ലാസ്ക്കാണ് ഈ ക്രയോ ക്യാൻ എന്ന് പറയുമ്പോഴത്തേക്കും. ക്രയോ ക്യാനിൽ എന്തെങ്കിലും കുഞ്ഞ് ലീക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ പോയി കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ സെമൻ്റെ സ്ട്രോ.
സെമൻ്റെ സ്ട്രോയ്ക്ക് 2 എൻഡ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഫാക്ടറി സീലും ഉണ്ടായിരിക്കും, അല്ലാത്ത സീലും ഉണ്ടായിരിക്കും. ആ സീലിനെ കുറിച്ചൊക്കെ പഠിക്കാം, സ്ട്രോ പിന്നെ പഠിക്കാം കേട്ടോ. എന്നാൽ സെമൻ സ്ട്രോയുടെ കപ്പാസിറ്റി നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. എത്രയാണ്? 0.25 ml. ഈ സെമൻ സ്ട്രോ ആണ് നമ്മൾ സെമൻ കൊണ്ടുപോകുന്നത്. പുറമേ വിടുന്നത് ഷീത്താണ്. അത് ഇൻസമിനേഷൻ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്താ പഠിച്ചത്? ട്രിസ് ഗ്ലിസറോൾ, അതിനുപയോഗിക്കുന്ന ക്രയോ പ്രൊട്ടക്റ്റിൻ്റെ ഗ്ലിസറോളാണ്. ബാക്കിയുള്ളത് ഫ്രക്ടോസും എഗ് യോക്കാണ്. എഗ് യോക്ക് 3 ഉണ്ട് കേട്ടോ, 3 ഉണ്ട്. ഇനി ഡൈലൂട്ട് സെമൻ എങ്ങനെയാണ്? സ്മാൾ പ്ലാസ്റ്റിക് സ്ട്രോസ് ഫില്ല് ചെയ്യും, 0.25 ml കപ്പാസിറ്റി. അതുപോലെ ക്രയോയ്ക്കാൻ ആവശ്യമായിട്ട് വരും. ഇനി ദ കണ്ടെയ്നർ ഷുഡ് ബി റീഫിൽഡ് വിത്ത് ലിക്വിഡ് നൈട്രജൻ ഇൻ അബൌട്ട് 2 weeks. ഇവിടെ ഈ 2 ആഴ്ച സമയം പറയുന്നത് കേട്ടോ. പുസ്തകത്തിൽ 2 ആഴ്ച, ഫീൽഡ് കണ്ടീഷനിൽ 3 ആഴ്ച, അതായത് 21 ദിവസമാണ് നമ്മുടെ ഫീൽഡിൽ ഇപ്പോൾ ഈ പറഞ്ഞ ലിക്വിഡ് നൈട്രജൻ ഫില്ല് ചെയ്യാൻ വേണ്ടി വരുന്നത്. ലിക്വിഡ് നൈട്രജൻ ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് അടുത്ത ഒരു സ്ട്രോപ്പ് തീർന്ന ഗോബലറ്റ് കൊടുത്തിട്ട് അടുത്ത സാധനം എടുക്കാൻ വേണ്ടിയും അവർ വരും. അപ്പോൾ തീർന്നത് കൊടുക്കുക, പുതിയ സെമൻ അവർ ഇട്ടിട്ട് പോകും. അപ്പോൾ അതിനെ നമ്മൾ ഉപയോഗിക്കണം. ഉപയോഗമില്ലെങ്കിൽ കൊണ്ടൊരു കാര്യമില്ല. എന്തായാലും 21 ദിവസം ആകുമ്പോഴത്തേക്കും ലിക്വിഡ് നൈട്രജൻ ലെവൽ കുറയും, അവിടെ വന്ന് റീഫില്ല് ചെയ്തിട്ട് പോകും. ഓക്കെ, അതാണ് ഇവിടെ പുസ്തകത്തിൽ 2 weeks ആണ്. നിങ്ങൾ 2 weeksഉം 3 weeksഉം കൊടുത്താൽ നിങ്ങൾ 2 weeks എഴുതിയാൽ മതി. നമുക്ക് പുസ്തകത്തിൽ ഉള്ളത് കൊണ്ട് അങ്ങനെ തന്നെ എഴുതാം. എന്തായാലും അത് ക്യാൻസൽ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം പിള്ളേർ പറയും 21 ദിവസത്തിന് ഇടയ്ക്കല്ലേ ഇവിടെ വരുന്നുള്ളൂ എന്ന് പറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ KLD ബോർഡിൻ്റെ മാനുവലൊക്കെ പരിശോധിക്കുമ്പോഴത്തേക്കും 21 ദിവസമാണ് റീഫില്ലിംഗ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്യാൻസലായി പോകാൻ സാധ്യതയുണ്ട്. എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ടെക്സ്റ്റിലുള്ള 2 weeks എഴുതിയാൽ മതി എന്നുള്ളതാണ്. Once a semen sample is frozen, the temperature should never be allowed to go above -70 degree centigrade. അപ്പോൾ -75 degree centigrade ഒക്കെ മുകളിൽ നിന്ന് എത്രയാണ്? -74 അല്ലേ? -74 ഇതിനേക്കാൾ ഉയർന്ന ടെമ്പറേച്ചറാണ്, കൂടിയ ടെമ്പറേച്ചറാണ് അല്ലേ? മനസ്സിലായോ? ഇത് മൈനസ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. മൈനസിൽ കുറഞ്ഞ് വരുമ്പോഴേ ടെമ്പറേച്ചർ കൂടുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ -75 degree centigrade എൻ്റെ ക്രിട്ടിക്കലായിട്ട് നമ്മൾ പറയുന്നത്. ക്രിട്ടിക്കൽ അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ മോട്ടിലിറ്റി കുറയാനും ഫെർട്ടിലിറ്റി എല്ലാം കുറയാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്തോ സ്റ്റോറേജിൻ്റെ സമയത്തോ സംഭവിക്കാൻ പാടില്ല. അതുപോലെ ഫ്രോസൺ സെമൻ റിക്വയർസ് തോയിങ് ബിഫോർ ഇൻസെമിനേഷൻ. തോയിങ് എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്കത് ഇതിൻ്റെ സമയത്ത് നമുക്ക് തോയിങ് ഉണ്ട്. ഇന്നിപ്പോൾ തോയിങ് വരുന്നില്ല. തോയിങ് ഉണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രോസൺ സെമനും ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ തോയിങ് എന്ന് പറയുന്നുണ്ട്. തോയിങ് നമ്മുടെ ഇൻസെമിനേഷൻ പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. ഇനി ഗ്ലിസറോൾ എന്ന് പറയുമ്പോൾ അതൊരു ക്രയോ പ്രൊട്ടക്റ്റ്. നേരത്തെ പറഞ്ഞു ക്രയോ പ്രൊട്ടക്റ്റൻ്റ് ഫോർ സ്പൊമാറ്റോസോവയ്ക്ക് കിട്ടുന്ന ക്രയോ പ്രൊട്ടക്റ്റൻ്റാണ് ഗ്ലിസറോൾ. അല്ലെങ്കിൽ അതിൻ്റെ തണുപ്പിൽ നിന്നുള്ള ഒരു നെഗറ്റീവ് എഫക്റ്റിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രയോ പ്രൊട്ടക്റ്റൻ്റായിട്ട് ഗ്ലിസറോൾ ആഡ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കണം. അതുപോലെ ഫ്രോസൺ സെമൻ എന്താണ് ആവശ്യം? തോയിങ് ആവശ്യമാണ്. തോയിങ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. എന്താണ്? ബ്രിങ്ങിങ് ഡൗൺ ദ ടെമ്പറേച്ചർ ഇൻ ടു റൂം ടെമ്പറേച്ചർ. അതായത് -196 സെൻറ്റിഗ്രേഡിൽ ഇരിക്കുന്ന ആ ഒരു സ്പെർമാറ്റോസോവയുടെ ആ ഒരു സെമനെ നമ്മൾ എന്ത് ചെയ്യും? നേരെ റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവരിക. അത് പെട്ടെന്ന് തന്നെ നമ്മളിവിടെ വെള്ളത്തിലിട്ടാണ് ചെയ്യേണ്ടത്. അത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എത്ര മനസ്സിലാക്കണം? 2 ആഴ്ചയിൽ ഒരിക്കലും എന്ത് ചെയ്യണം? ലിക്വിഡ് നൈട്രജൻ റീഫിൽ ചെയ്യണം. 2 ആഴ്ച ഒരിക്കൽ എന്ത് ചെയ്യണം? ലിക്വിഡ് നൈട്രജൻ റീഫിൽ ചെയ്യണം. സ്റ്റോറേജിൻ്റെ സമയത്തോ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്തോ -75 മുകളിലോട്ട് ടെമ്പറേച്ചർ പോകാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോട്ടിലിറ്റി കുറയാനും അതുപോലെ അത് ഇൻഫെർട്ടൈൽ ആകാനൊക്കെ സാധ്യതയുണ്ട്. ഇനി ഇതിനെ തോയിങ് എന്നുള്ള പ്രൊസീജിയർ വേണം പറഞ്ഞുതരാം. ഗ്ലിസറോളാണ് ക്രയോ പ്രൊട്ടക്റ്റൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. ഇനി ഡീപ് ഫ്രീസിങ്ങിലെ തോയിങ് നോക്കാം. തോയിങ് ഈസ് ദ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് അപ്പ് ദ ടെമ്പറേച്ചർ ഓഫ് ഫ്രോസൺ സെമൻ ടു അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ഈ ഒരുപാട് താഴ്ന്ന ആ ടെമ്പറേച്ചറിൽ നിന്നും അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലേക്ക് ഇതിനെ കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ് തോയിങ് എന്ന് പറയുക. എന്താ മക്കളെ തോയിങ് എന്ന് പറഞ്ഞേ? തോയിങ് എന്താ തോയിങ്? തോയിങ് ഈസ് ദ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് അപ്പ് ദ ടെമ്പറേച്ചർ ഓഫ് ഫ്രോസൺ സെമൻ ടു അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. നമുക്കറിയാം 196 മൈനസ് അല്ലേ? -196 ഡിഗ്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ സാധനത്തിന് നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും അതിനെ എന്ത് ചെയ്യണം? വെള്ളത്തിലെടുത്തിടണം അല്ലേ? എന്താ ചെയ്യണേ? സ്ട്രോ ഈസ് ടേക്കൺ ഔട്ട് ഫ്രം ലിക്വിഡ് നൈട്രജൻ ചേമ്പർ യൂസിങ് എ ഫോർസെപ്സ് വെച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കാര്യം എന്താ? ഇതിങ്ങനെ പൊക്കി കൊണ്ടുവരുമ്പോഴത്തേക്കും നേരെ സെവൻ സ്ട്രോ എടുത്ത് പൊക്കരുത്. അതൊരു പരിധി വരെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അതിനുവേണ്ടി എടുക്കാൻ വേണ്ടി പ്രത്യേകം ഫോർസെപ്സ് വെച്ച് ഒരു ഡോസ് നമ്മളിനി എടുക്കണം അല്ലേ? ചെറുതായിട്ടൊന്ന് കുലുക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യണ സമയത്ത് പറഞ്ഞുതരാം. ഈ സെമൻ സ്ട്രോ ഇങ്ങനെ ഇരിക്കുന്നത്
അപ്പോൾ ഇവിടെ ഒരു ഫാക്ടറി സീൽ നേരത്തെ കാണിച്ചു തന്നു. ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്ന സീൽ ഉണ്ടായിരിക്കും. ഈ ഫാക്ടറി സീൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ തള്ളി അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സാധനമാണ്. മനസ്സിലായ? അതായത് ഈ 7 സ്ട്രോ ഉണ്ടാക്കി വരുമ്പോൾ തന്നെ ഈ സീൽ ഉണ്ടായിരിക്കും. ഈ സീലിനകത്ത് ഞാൻ 7 ഒഴിച്ചിട്ട് ഇവിടെ നമ്മളല്ലാതെ രണ്ടാമത് സീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫാക്ടറി സീലിനാണ് നമ്മൾ താഴോട്ട് വെക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഭാഗത്ത് കുറച്ച് പൊള്ളയായ ഭാഗം ഉണ്ടായിരിക്കും. ആ പൊള്ളയായ ഭാഗത്ത് എന്തിരിക്കാൻ സാധ്യതയുണ്ട്? ലിക്വിഡ് നൈട്രജൻ കയറി ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പുറത്ത് കളയാതെ നമ്മളെടുത്ത് വെള്ളത്തിലൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും ചിലപ്പോൾ. കാരണം അത്രയും വലിയൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുമ്പോഴത്തേ അവിടെ ഒരു പൊട്ടൽ വരാൻ സാധ്യത. മൈൽഡ് ഷുക്ക് ആൻഡ് ഇമ്മേഴ്സ് ഇൻ വാട്ടർ അറ്റ് റൂം ടെമ്പറേച്ചർ ഫോർ ഫ്യൂ സെക്കൻഡ്സ് ടു 1 മിനിറ്റ്. ഏകദേശം ഒരു കുറച്ച് സെക്കൻഡ്സ് ടു 1 മിനിറ്റ് വരെ നമ്മൾ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അതുപോലെ തോഡ് 7 ഷുഡ് ബി യൂസ്ഡ് വിത്തിൻ 30 മിനിറ്റ്സ് ഫോർ ഗെറ്റിംഗ് ഗുഡ് ഫെർട്ടിലിറ്റി. ഒരിക്കൽ തോയിങ് ചെയ്ത് കഴിഞ്ഞാൽ 30 മിനിറ്റിനുള്ളിൽ ഇത് ഉപയോഗിക്കണം, അരമണിക്കൂറിനുള്ളിൽ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. 5 വീട്ടിൽ ഇൻസെമിനേഷൻ ഉണ്ട്. നേരെ 5 7 സ്ട്രോയ് എടുത്തിട്ടുണ്ട്. ഒരിടത്ത് പോയപ്പോഴത്തേക്കും പശു തൊഴുത്തിലില്ല. ചേച്ചി പശു എവിടെ? പൊന്നു മോനെ നമ്മളത് അടിച്ചത് പറമ്പിലോട്ട് കെട്ടി. പറമ്പിൽ ചേച്ചി അത് പറമ്പില്ല, തൊട്ടപ്പുറത്തെന്ന് പറയും ചില സ്ഥലങ്ങളിലൊക്കെ. ഈ തൊട്ടപ്പുറത്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നടന്ന് കുന്നും ചെരുവിലൂടെ ഇങ്ങനെ പോയി അല്ലേ, ചേച്ചിയിലൂടെ ഇങ്ങനെ പോകേണ്ടി വരും. എൻ്റെ പൊന്നു ചേച്ചി ഇവിടെ തൊട്ടപ്പുറത്ത് മോനെ എന്ന് പറയും. പിന്നെ ചെല്ലുമ്പോഴത്തേക്ക്, കാരണം അവരെ തൊട്ടപ്പുറത്തൊരു വീട് ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അങ്കമാലി ഭാഗത്തും കുഴപ്പമില്ല, കുറച്ച് കിഴക്കോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് പറഞ്ഞാൽ ഒരു വീട് ഏകദേശം 1/2 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും. അപ്പുറത്തെ വീട്ടിലാണ് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ പറമ്പിലാണെന്ന് പറയും. 1/2 കിലോമീറ്റർ നടക്കണം. മനസ്സിലായില്ലേ? നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അരമണിക്കൂറായി. വീണ്ടും ഒരു സമനം കൂടെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യും? ഇവിടെ കുത്തിവെപ്പ് കഴിഞ്ഞാൽ അരമണിക്കൂറായി. ഇനി ഒരു വീട് ഉണ്ട്. ആ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അത് തൊട്ടപ്പുറത്ത് പറഞ്ഞില്ലെങ്കിൽ ആ വീട്ടിൽ പശുവുണ്ട്. നോക്കി 1 മണിക്കൂറായി. എന്തായാലും വന്നതല്ലേ, കുത്തിയിട്ട് പോയാൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റ്. ചെയ്യരുത് കേട്ടോ, അത് ചെയ്യരുത്. 30 മിനിറ്റിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? കുത്തിവെക്കണം. ഒന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സെമൻ്റെ ക്യാനും എടുത്തുകൊണ്ട് പോയിക്കോ, കുഴപ്പമില്ല. ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് നല്ലൊരു ക്യാനോ കൊടുത്തുകൊണ്ട് പോയിക്കോ, ഒരു കുഴപ്പമില്ല. നല്ല ഫെർട്ടിലിറ്റി കിട്ടും. കാര്യം നമ്മൾ ചെയ്തിട്ടൊരു 3-4 മിനിറ്റിനുള്ളിൽ കുത്തിവയ്ക്കുകയാണെങ്കിൽ നല്ല ഫെർട്ടിലിറ്റി ആയിരിക്കും. മനസ്സിലായി? അപ്പോൾ എന്താണ് ഇൻഫെർട്ടിലിറ്റിയുടെ കുറേ കാരണങ്ങൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു അല്ലേ? കുറേ പറഞ്ഞു. അവിടെ അഡ്വാൻറ്റേജിൽ പറഞ്ഞു, ഡിസഡ്വാൻറ്റേജിൽ പറഞ്ഞു. അവിടെ എല്ലാം ഞാൻ ഇൻഫെർട്ടിലിറ്റിയെ ബന്ധപ്പെടുത്തി പല കാലം ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണമാണ്, മനസ്സിലാക്കണം. അപ്പോൾ എന്താ തോയിങ് എന്ന് പറഞ്ഞാൽ? തോയിങ് ഈസ് ദ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് അപ്പ് ദ ടെമ്പറേച്ചർ ഓഫ് ഫ്രോസൺ 7 ടു അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലേക്ക് അതിൻ്റെ ടെമ്പറേച്ചർ താഴോട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. അതിനെയാണ് തോയിങ് എന്ന് പറയുക. ഇത്രേ ഉള്ളൂ. നമ്മൾ ഇത് പൊക്കി, ഗോബലിറ്റ് പൊക്കി എന്ത് ചെയ്തു? ഫോർസെപ്സ് ഇട്ടൊരെണ്ണം എടുത്തു, ജസ്റ്റ് ഒന്ന് കുടഞ്ഞു, ഒരു കുപ്പിയിൽ വെള്ളം വെച്ചേക്കും, വെള്ളത്തിലോട്ട് ഇട്ടു, ഒന്ന് കുടഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇട്ടു. ഇത്രയേ ഉള്ളൂ. ഇതാണ് തോയിങ്. ഇത് എത്ര? 1 മിനിറ്റ് ടു ഫ്യൂ സെക്കൻഡ്സ് അല്ലേ? ഫ്യൂ സെക്കൻഡ്, 1 മിനിറ്റ് മതി തോയിങ് ടൈം. അത് കഴിയുമ്പോൾ സെറ്റാവും. അപ്പോൾ അതിൻ്റെ സമയം വേണേൽ ചോദിക്കാം. ഫ്യൂ സെക്കൻഡ്സ് ടു 1 മിനിറ്റ്. തോയിങ് ടൈം എത്ര? ഫ്യൂ സെക്കൻഡ്സ് 1 മിനിറ്റ്. അതുപോലെ ഗുഡ് ഫെർട്ടിലിറ്റിക്ക് വേണ്ടി തോട് സമയം എത്ര സമയത്ത് കുത്തിവെക്കണം? 30 മിനിറ്റിൽ കുത്തിവെക്കണം. ചോദിക്കും കേട്ടോ, ചോദിക്കാനുള്ളതാണ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രോസൺ സെമൻ നോക്കാം. സെമൻ ഓഫ് സുപ്പീരിയർ സൈസ് ക്യാൻ ബി സ്റ്റോർഡ് ഫോർ മെനി ഇയേഴ്സ്. അഡ്വാൻറ്റേജ് നേരത്തെ പഠിച്ച അതേ കാര്യങ്ങളാണ്. ട്രാൻസ്പോർട്ടേഷൻ ലോങ് ഡിസ്റ്റൻസ് ഈസ് വെരി ഈസി. അമേരിക്കയിൽ നിന്ന് ഒരു സെമൻ കൊണ്ടുവരണമെങ്കിൽ ഈസിയായിട്ട് കൊണ്ടുവരാം. ഡിസഡ്വാൻറ്റേജ് ആണ്? പ്രോസസ് ഈസ് വെരി കോസ്റ്റ്ലി ആൻഡ് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സ് ഈസ് റിക്വയർഡ്. അതായത് നിങ്ങൾ ഈ പറഞ്ഞ എൻറ്റയർ പ്രോസസ് വളരെ കോസ്റ്റ്ലിയാണ്. അതിനുവേണ്ടി പ്രത്യേക എക്യുപ്മെന്റ്സ് എല്ലാം ആവശ്യമാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ മേഖല കഴിഞ്ഞു. ഈ മേഖലയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഹലോ, ഇനി നമുക്ക് ചോദ്യങ്ങൾ കിടക്കാം. ഡാഷ് ഇൻക്രീസസ് ദ യൂസ് ഓഫ് സുപ്പീരിയർ സയേഴ്സ്. ഏതാണ് മക്കളെ? ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെ, കൃത്രിമ ബീജാദാനം വഴി നമുക്ക് സുപ്പീരിയർ സയറിൻ്റെ യൂസേജ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ ഇഫ് നാച്ചുറൽ സർവീസസ് പ്രാക്ടീസിലെ ബുൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ എത്ര കൗസിനാണ്? 250 കൗസിനെ ഒരു വർഷം നമുക്ക് ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്പർ ഓഫ് കൗസ് ക്യാൻ ബി ഇംപ്രഗ്നേറ്റഡ് ബൈ എ ബുൾ ഇൻ ആൻ ഇയർ ബൈ മീൻസ് ഓഫ് എത്ര? 30 മുതൽ 40,000 വരെ അല്ലേ? അതുപോലെ ബ്രീഡിംഗ് കോസ്റ്റ് ഈസ് സബ്സ്റ്റാൻഷ്യലി റിഡ്യൂസ്ഡ് ബൈ ദ യൂസ് ഓഫ് എന്ത് ടെക്നിക്ക്? വെച്ചിട്ട് ബ്രീഡിംഗ് കോസ്റ്റ് നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും അല്ലേ? അതുപോലെ ബൈ അഡോപ്റ്റിംഗ് ദ ടെക്നിക് ദ സെമൻ ക്യാൻ ബി യൂസ്ഡ് ഈവൻ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ബുൾ. ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. നമ്മൾ PYക്ക് നോക്കിപ്പോയായിരുന്നാണ്. ആ PYക്ക് ആൻസർ കണ്ടെത്തിയായിരുന്നാ? നോക്കാം. അത് കണ്ടെത്തിയില്ലല്ലേ? നോക്കാം. ദ കോമൺ ഡൈലുവൻസ് യൂസ്ഡ് ഫോർ ഡൈലൂഷൻ ഓഫ് സെമൻ ഏതൊക്കെയാണ്? എഗ് യോക്ക് സിട്രേറ്റ്, കോക്കനട്ട് മിൽക്ക് എക്സ്ട്രേറ്റ്, ട്രിസ് ഡൈലുവൻറ്റ്, ഫ്രൂട്ട്സ് ഡൈലുവൻറ്റ്. അതുപോലെ നോക്കാം. ഇവരെന്താണ്? ട്രിസ് ഗ്ലിസറോൾ.
ഇവിടെ എന്താണ് ഉത്തരം വരുന്നത് മക്കളെ? ഇവിടെ ട്രിസ് ഇവിടെ നമുക്കിവിടെ ട്രിസ് ആണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ നിലവിൽ നമുക്ക് ആൾ ഓഫ് ദ അബോ ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആൾ ഓഫ് ദ എടുക്കേണ്ടി വരുന്നില്ല, കാരണം ഇതും ഡയലിൻ്റെ പഠിക്കുന്നത് നമ്മൾ. ഓക്കെ, ഇവിടെ ട്രിസ്സാണ് വരുന്നത്. ഇനി നോക്കാം. ദ ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ് നൈട്രജൻ യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ഫ്രോസൺ 7 നമുക്കറിയാം -196 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. ഡൈലന്റ് യൂസ്ഡ് ഇൻ ഫ്രോസൺ ബുൾ 7 പ്രൊഡക്ഷൻ നോക്കാം. ഫ്രോസൺ ബുൾ 7 പ്രൊഡക്ഷനിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ട്രിസ് ഗ്ലിസറോൾ ഉപയോഗിക്കുന്നത് അല്ലേ? ബി ആണ് ഉത്തരം. ദ ക്രയോ പ്രൊട്ടക്റ്റീവ് ഏജന്റ് ഫോർ സ്പേംസ് നേരത്തെ പറഞ്ഞു, എന്താണ് മക്കളെ? ഗ്ലിസറോൾ ക്രയോ പ്രൊട്ടക്റ്റീവ് ഏജന്റ്. CME യൂസ്ഡ് ഫോർ പ്രിസർവേഷൻ ഓഫ് 7 അണ്ടർ എവിടെ? CME കോക്കനട്ട് മിൽക്ക് എക്സ്റ്റൻഡർ എന്ന റൂം ടെമ്പറേച്ചർ പ്രിസർവേഷൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് അഡ്വാൻറ്റേജസ് ഓഫ് എയുടെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ശരിയായത് നോക്കാം. 7 ക്യാൻ ബി സ്റ്റോർഡ് ഫോർ ലോങ് പീരീഡ്. പക്കാ ശരി, നമുക്കറിയാം, ഇത് പഠിച്ചൊരു കുട്ടി പറഞ്ഞാൽ അറിയാം. അപ്പോൾ ഒന്നുള്ളതെല്ലാം എടുക്കാം, ഒന്നില്ലാത്തെല്ലാം കളയാം. സ്പ്രെഡ് ഓഫ് ഡിസീസ് ഫ്രം ബുൾസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. ശരിയാണ്, നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്താൽ അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. രണ്ടുള്ളതെല്ലാം എടുക്കാം, അത് കളയാം. എക്സ്പെൻസ് ഓഫ് മെയിൻറ്റെയിനിങ് ബുൾസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. അതുകൊണ്ടല്ലേ, അപ്പോൾ ഇതാണ് താൾ ഓഫ് ദ ഉത്തരം. വളരെ ഈസി ക്വസ്റ്റൻ ആയിരുന്നു. മാക്സിമം എമൗണ്ട് ഓഫ് ഡൈലൂഷൻ റെക്കമെൻഡഡ് ഫോർ ബുൾ 7 എത്ര? 50 ടൈംസ് ആണ് അല്ലേ? അതുപോലെ നെയിം ദ ഡൈലന്റ് യൂസ്ഡ് ഫോർ റൂം ടെമ്പറേച്ചർ പ്രിസർവേഷൻ ഏതാണ്? CME റൂം ടെമ്പറേച്ചർ. ദ ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ് നൈട്രജൻ യൂസ്ഡ് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് 7 പിന്നെ അറിയാം -190 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം 3 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പോവാം. പഠിച്ചോണേ കേട്ടോ, കൃത്യമായിട്ട് പഠിച്ചു പോകണം. പറഞ്ഞ കാര്യങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വേണം, അല്ലെങ്കിൽ കിട്ടൂല അത്. പറഞ്ഞിട്ടുണ്ട് എപ്പോഴും. ഓക്കെ, ഇത് പഠിച്ചു, ഇത് പറഞ്ഞു. ഇനി ദ സ്പ്രെഡ് ഓഫ് STD ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ്. എന്ത് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ആർട്ടിഫിഷ്യൽ ഇൻസമിനേഷൻ ഉണ്ടെങ്കിൽ STD കൺട്രോൾ ചെയ്യാം അല്ലേ? ഡാഷ് ക്യാൻ എൻഷുർ ദ യൂസ് ഓഫ് 7 ഓഫ് എ പ്രൂവൺ സയർ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഫിസിക്കലി അൺഫിറ്റ്. AI ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അൺഫിറ്റ് ആണെങ്കിലും പ്രൂവൺ സയറിൻ്റെ ഇത് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഡാഷ് എന്നത് ഫോളോയിങ് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻസമിനേഷൻ. അത് AIയുടെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഏതൊക്കെ നോക്കാം. 7 ക്യാൻ ബി യൂസ്ഡ് ഈവൻ ആഫ്റ്റർ ഡെത്ത് ഓഫ് ദ ബുൾ. അത് അഡ്വാൻറ്റേജ് ആണ് അല്ലേ? അപ്പോൾ ഒന്ന് ഉൾപ്പെടുന്ന എടുക്കാം, ഇത് കളയാം. സ്പ്രെഡ് ഓഫ് ജെനറൽ ഡിസീസ് റെഡ്യൂസ്ഡ്. ശരിയാണ്, ഇത് കളയാം. മോർ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. കൂടുതൽ ഓഫ്സ്പ്രിങ്സിനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. അപ്പോൾ 1 2 ക്ഷമിക്കണം അതല്ലേ, മൊത്തം വായിക്കണം കേട്ടോ, മൊത്തം വായിക്കണം. മോർ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം സുപ്പീരിയർ ഡാംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുപ്പീരിയർ ഡാമല്ല, സയറാണ് കേട്ടോ. എന്നാലേ ശരിയാവുള്ളൂ, തെറ്റിപ്പോയടേ കേട്ടോ. അപ്പോൾ എല്ലാം അഡ്വാൻറ്റേജ് അല്ല. ഉത്തരം കിട്ടി ഏട്ടാ. അപ്പോൾ മൊത്തം വായിക്കണേ മക്കളെ. ഞാൻ ഇന്ന് വെളുപ്പാൻ കാലത്ത് ഷൂട്ട് ചെയ്യുന്നത് 5 മണിക്ക്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയതാണ്. നമ്പർ ഓഫ് ബിൾസ്, നിങ്ങൾ പരീക്ഷകളിൽ പോയി തുടങ്ങല്ലേ. നമ്പർ ഓഫ് ബിൾസ് റിക്വേർഡ് ഇൻ എ ഫാം ഫോർ ബ്രീഡിംഗ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. ഓക്കെ, അത് ശരിയാണ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. ഡാഷ് എന്നത് ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് എ. ഹെൽപ്സ് മെയിൻറ്റെയിൻ ആക്യുറേറ്റ് ബ്രീഡിംഗ് റെക്കോർഡ്സ്. ആക്യുറേറ്റ് ബ്രീഡിംഗ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. നോട്ടാ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അല്ലാത്തത്. സ്പ്രെഡ് ഓഫ് ജനറൽ ഡിസീസ് റെഡ്യൂസ്ഡ്. ശരിയാണ്. മോർ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം സുപ്പീരിയർ. പിന്നെ അത് തന്നെ അല്ലേ, തെറ്റിപ്പോയി. സി ആണ് ഉത്തരം. അതുപോലെ അപ്പോൾ എന്നാ ചോദിക്കും, സുപ്പീരിയർ ഡാമിൽ നിന്ന് മോർ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സിനെ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അത് പറഞ്ഞുതരാം, ഇനി പഠിപ്പിക്കാനുള്ളൂ. ഡാഷ് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് AI. ലിമിറ്റേഷൻ അല്ലാത്തത്. റിക്വയർ സ്കിൽഡ് പേഴ്സൺ ലിമിറ്റേഷൻ ആണ്. ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം ടു ക്രിയേറ്റ് ഗ്രേഡ് ആനിമൽസ്. അതിൻ്റെ ലിമിറ്റേഷൻ അല്ല, അത് ഗ്രേഡിംഗ് അപ്പിൻ്റെ ലിമിറ്റേഷൻ ആണല്ലേ. ഓക്കെ, ഇനി ഡാഷ് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് AI. പ്രോസസ്സിൽ ഉൾപ്പെടാത്ത എന്താണെന്ന് നോക്കാം. എക്സാമിനേഷൻ ഓഫ് 7 ക്വാളിറ്റി ഉണ്ട്, ഇൻസമിനേഷൻ ഉണ്ട്, ഹീറ്റ് സിങ്ക്രണൈസേഷൻ ഇതിനകത്തല്ല, അത് ETTയിലാണ് വരുന്നത്, എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജിയിലാണ് വരുന്നത് കേട്ടോ. അതുപോലെ അത് പറഞ്ഞുതരാം, അതിന് ഉണ്ട്, ക്ലാസ് ഉണ്ട്. ദ കോമൺ മെത്തേഡ് ഫോർ കളക്ഷൻ ഓഫ് 7 ഫ്രം ബുള്ള് ഏതാണ്? പറ. AV ആർട്ടിഫിഷ്യൽ ചെയ്യുന്നല്ലേ. ദ ലെങ്ത് ഓഫ് ദ റബ്ബർ സിലിണ്ടർ എത്ര? 14 ഇഞ്ചായിരിക്കണം. അതുപോലെ ഡയമീറ്റർ എത്ര? 4 ഇഞ്ചായിരിക്കും. ടെമ്പറേച്ചർ എത്ര? 45 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. 7 കളക്ഷൻ വയർ എവിടെയാണ് വെക്കുന്നത്? എൻഡ് ഓഫ് ദ റബ്ബർ കോണിൽ. ഡാഷ് യൂസ് ടു കീപ് ദ AV അണ്ടർ ഡിസൈഡ് ടെമ്പറേച്ചർ ഏതാണ്? ഇൻസുലേഷൻ ബാഗ് വെച്ച് നമ്മൾ ടെമ്പറേച്ചർ പോകാതെ സൂക്ഷിക്കുന്നത്. നമ്പർ ഓഫ് കളക്ഷൻസ് ക്യാൻ ബി ടേക്കൺ ഫ്രം എ മെച്ചുവർഡ് ബുൾ ഇൻ എ വീക്ക്. ഒരാഴ്ചയിൽ എത്ര? 2. യൂഷ്വൽ വോളിയം എത്ര? 3 to 4 ml. കളർ ഓഫ് ബുൾ 7 എത്ര? ഡൾ വൈറ്റ്. ട്രാൻസ്പെറൻറ്റ് 7 എന്താണ്? അബ്നോർമൽ 7 ആണ് അല്ലേ? ഒപ്പേക്ക് 7 മീൻസ് നോർമൽ 7 ആയിരിക്കും. അതുപോലെ ദ കോൺസെൻട്രേഷൻ എത്രയാണ്? 300 to 2500 മില്യൺ സ്പേംസ് പെർ ml അല്ലേ? അതുപോലെ എ ഡ്രോപ്പ് ഓഫ് ഫ്രഷ് അൺഡൈലൂട്ടഡ് സെമൻ ഈസ് ടെസ്റ്റഡ് അണ്ടർ നോർമൽ മൈക്രോസ്കോപ്പ് ടു
അസസ് എന്താണ് മാസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ എൻ മാസേ എന്നും പറയാം, എൻ മാസേ കേട്ടോ. എ സെമൻ ഈസ് ഡൈലൂട്ടഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ് മാസ് ഡിസൈഡ് മാസ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഡൈലൂട്ട് ചെയ്യാൻ കൊടുക്കത്തുള്ളൂ. അതുപോലെ മോട്ടിലിറ്റി ഓഫ് സ്പെർം ഈസ് അസസ്ഡ് യൂസിങ് എന്ത് വെച്ചിട്ട് നോക്കാം, ഡാഷ് മൈക്രോസ്കോപ്പ്. മോട്ടിലിറ്റി എങ്ങനെ നോക്കുന്നത്, ഹൈ പവർ മൈക്രോസ്കോപ്പിലാണ് മോട്ടിലിറ്റി നോക്കുന്നത് അല്ലേ. മാസ് ആക്ടിവിറ്റി ഓഫ് സ്പെർം ഈസ് അസസ്ഡ് യൂസിങ് എന്ത് വെച്ചിട്ട് നോക്കുന്നത്, അത് ലോ പവർ മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ്. ഇനി ഡിസൈഡ് മോട്ടിലിറ്റി എത്ര വേണം, 70% വേണം, പ്രോഗ്രസീവ് മൂവ്മെന്റ്. അതുപോലെ ഡാഷ് ഇസ് ദ കോമൺലി യൂസ്ഡ് ഡൈലന്റ് ടു പ്രിസർവ് സെമൻ അണ്ടർ റെഫ്രിജറേഷൻ ടെമ്പറേച്ചർ. ഏതാണ് ഡൈലന്റ് റെഫ്രിജറേഷനിൽ, ഏതാ പറടാ, ഏതാണ് എഗ് യോക്ക് സിട്രേറ്റ് അല്ലേ, എഗ് യോക്ക് സിട്രേറ്റ്. ഓക്കെ. അതുപോലെ സോഡിയം സിട്രേറ്റ് സൊല്യൂഷൻ എത്ര ഉണ്ടായിരിക്കും, സോഡിയം സിട്രേറ്റ് 75% സോഡിയം സിട്രേറ്റ് ആയിരിക്കും. എത്ര, അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് ദ സോഡിയം സിട്രേറ്റ് എത്ര, 2.96% ക്വാണ്ടിറ്റി ഓഫ് ദ ഫ്രഷ് എൻസ് ഒക്കെ എത്ര, 25% നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ചെയ്യുന്നത്. അപ്പോൾ 20% അല്ലെന്നൊരു 1/4 എന്നും പറയാം അല്ലേ. അതുപോലെ ഡാഷ് ഓൺ ദ ഫോളോയിങ് ഈസ് നോട്ട് എ കണ്ടന്റ് ഓഫ് ഇവൈസിയിലെ കണ്ടന്റ് അല്ലാത്തത് ആന്റിബയോട്ടിക്, സോഡിയം സിട്രേറ്റ്, എഗ്യോ, ഗ്ലിസറോൾ എന്തില്ല, ഇവൈസിയിൽ ഗ്ലിസറോൾ ഇല്ല, ട്രിസ് ഗ്ലിസറോളാണ് ഗ്ലിസറോൾ ഉള്ളത്. തേർഡ് സെമൻ ഷുഡ് ബി യൂസ്ഡ് വിത്തിൻ 30 മിനിറ്റ്സിനുള്ളിൽ അത് യൂസ് ചെയ്യണം. മാക്സിമം എമൗണ്ട് ഓഫ് ഡൈലൂഷൻ റെക്കമെൻഡ് ഫോർ ബുൾ സെമൻ ബൈ യൂസിങ് ചിൽഡ് സ്റ്റോറേജ് ആണെങ്കിൽ എത്ര, 50 ടൈംസ് ആണ് അല്ലേ, 50 ടൈംസ്. അതുപോലെ 4 ml ബുൾ സെമൻ എത്രയാക്കി മാറ്റാം, ഇവൈസി ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 200 ml ആയിട്ട് മാറ്റാം. അതുപോലെ 3 ml ഓഫ് ബുൾ സെമൻ ക്യാൻ ബി ഡൈലൂട്ട് മാക്സിമം എത്ര, 150 ml ആക്കി മാറ്റാം. അതുപോലെ നമ്പർ ഓഫ് സ്പേംസ് ഷുഡ് കണ്ടെയ്ൻ ഇൻ എ സിംഗിൾ ഡോസ് ആഫ്റ്റർ ഡൈലൂഷൻ വിത്ത് ഇവൈസി എത്ര, 30 മില്യൺ സ്പേം പെർ ഡോസ് ഓഫ് സെമൻ. ഒരു ഡോസ് എടുക്കാൻ 30 മില്യൺ സ്പേം ഒരു ഇതിലുണ്ടാവണം, ഓരോ സ്ട്രോയിലും ഉണ്ടാവണം. 7 ഡൈലൂട്ടഡ് വിത്ത് ഇവൈസി ക്യാൻ ബി സ്റ്റോർഡ് അപ് ടു എത്രടാ 2 to 3 days അല്ലേ. അതുപോലെ 7 ഡൈലൂട്ടഡ് ഇവൈസി സ്റ്റോർഡ് അണ്ടർ എ ടെമ്പറേച്ചർ എത്ര, 4 to 5 degree ചിൽഡ് ടെമ്പറേച്ചർ സൂക്ഷിക്കുന്നത്. അതുപോലെ നെയിം ദ ഡൈലൂട്ട് യൂസ് ടു സ്റ്റോർ സെമൻ അറ്റ് റൂം ടെമ്പറേച്ചർ ആണ് CME അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് എക്സ്റ്റൻഡർ. ഡാഷ് ഓൺ ദ ഫോളോയിങ് ഈസ് നോട്ട് എ കണ്ടന്റ് ഓഫ് CME അല്ലാത്തത് ഏതാണ്, CME ഇല്ലാത്തതാണ് കാറ്റലൈസ് എൻസൈം ഉണ്ട്, ഗ്ലിസറോൾ അതിനകത്തുള്ളതല്ല അല്ലേ. അതുപോലെ ഡാഷ് ഓൺ ദ ഫോളോയിങ് ഈസ് പ്രസന്റ് ഇൻ ദ ഡൈലൂട്ട് ഓഫ് CME ഉള്ളത് എന്താണ്, എന്താ പറയുക, കാറ്റലൈസ് എൻസൈം, കോക്കനട്ട് വാട്ടർ ഉണ്ട്, B and C ആണ് ഉത്തരം. അതുപോലെ ദ ഡൈലൂട്ട് യൂസ് ഫോർ ദ സെമൻ പ്രിസർവേഷൻ അണ്ടർ ദ ഡീപ് ഫ്രീസിംഗ് സിസ്റ്റത്തിൽ എന്താണ് വരുന്നത്, ഡീപ് ഫ്രീസിംഗ് ട്രിസ് ഗ്ലിസറോൾ അല്ലേ. അതുപോലെ ദ പെർസെൻറ്റേജ് ഓഫ് ഗ്ലിസറോൾ ഫൗണ്ട് ഇൻ ട്രിസ് ഗ്ലിസറോൾ എന്താണ്, പെർസെൻറ്റേജ് ഓഫ് ഗ്ലിസറോൾ ഫൗണ്ട് ഇൻ ട്രിസ് ഗ്ലിസറോൾ എത്രയാണ്, ഗ്ലിസറോൾ എത്ര, 7%. ഡാഷ് ഓൺ ദ ഫോളോയിങ് ഈസ് നോട്ട് എ കണ്ടന്റ് ഓഫ് ട്രിസ് ഗ്ലിസറോൾ, സോഡിയം സിട്രേറ്റ് ഉണ്ട്, ഗ്ലിസറോൾ ഉണ്ട്, കോക്കനട്ട് വാട്ടർ ഇല്ല അല്ലേ. ഓക്കെ. അതുപോലെ ദ വെസൽ യൂസ്ഡ് ടു ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഡീപ് ഫ്രീസ് സെമൻ ഈസ് കാൾഡ് എന്താണ്, ക്രയോക്കാണെന്ന് വിളിക്കുന്നത്. റീഫില്ലിംഗ് ഓഫ് ദ കണ്ടെയ്നർ എത്ര, ഇവിടെ 2 ആഴ്ച ഉത്തരം എഴുതിയാൽ മതി അല്ലേ. അതുപോലെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്താണ്, അത് ഇതിന് മുകളിൽ പോകാൻ പാടില്ല, -75 degree സെൻറ്റിഗ്രേഡ് മുകളിലോട്ട് പോകാൻ പാടില്ല അല്ലേ, 7 straw. അതുപോലെ ദ ടെമ്പറേച്ചർ ഓഫ് സ്റ്റോർഡ് 7 straw ഷുഡ് നോട്ട് കം അണ്ടർ ഡാഷ് ഡിഗ്രി ഡ്യൂറിംഗ് ഹാൻഡ്ലിംഗ് ഓർ ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ സെയിം ക്വസ്റ്റൻ ആണ്, -75 degree സെൻറ്റിഗ്രേഡ്. ദ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് ഡീപ് ഫ്രോസൺ 7 straw ടു റൂം ടെമ്പറേച്ചർ ഈസ് കാൾഡ് എന്താണ്, തോയിങ്. അതുപോലെ തോയിങ് ടൈം നിയർ ടു ഡീപ് ഫ്രോസൺ 7 എത്രയാണ്, 1 minute, എത്രയാണ്, ഫ്യൂ സെക്കൻഡ്സ് ടു 1 minute അല്ലേ, അത്ര സമയം മതി. അതുപോലെ പുട്ട് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ആക്യുറേറ്റ് ഓർഡറിൽ നോക്കാം. ഇൻസെമിനേഷൻ, ഇവാലുവേഷൻ, കളക്ഷൻ, ഡൈലൂഷൻ. ആദ്യം കളക്ഷൻ, അത് ഇവാലുവേറ്റ് ചെയ്യുക, പിന്നെ ഡൈലൂഷൻ, ഇൻസെമിനേഷൻ. 3, 2, 4, 1 ബിയിലെ ഉത്തരം യെസ്. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഇവാലുവേഷൻ ഓഫ് സെമൻ ആൻഡ് ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. മാസ് ആക്ടിവിറ്റി ഓഫ് സെമൻ ക്യാൻ ബി അസസ്ഡ് യൂസിങ് എ ലോ പവർ മൈക്രോസ്കോപ്പ്. ശരിയാണ്, നോക്കാം, കഴിഞ്ഞില്ല, വായിച്ചിരുന്നില്ല. ബൈ പ്ലേസിങ് എ ഡ്രോപ്പ് ഓഫ് ഡൈല്യൂട്ടഡ് സെമൻ ഓൺ എ ഗ്ലാസ് ആയിട്ട് തെറ്റിപ്പോയി, ഡൈല്യൂട്ടഡ് ആണ്, അൺഡൈല്യൂട്ടഡ് സെമനാണ് മാസ് ആക്ടിവിറ്റി നോക്കുന്നല്ലേ, തെറ്റിപ്പോയി. കറക്റ്റ് കണ്ടുപിടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഉത്തരം കിട്ടി, B ആയിരിക്കും ഉത്തരം അല്ലേ. സിമ്പിൾ, ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ ഉത്തരം കിട്ടി. കാര്യം എന്താ, ബാക്കി Aയിലോ Cയിലോ Dയിലോ പറഞ്ഞിരിക്കുന്നു ഒന്ന് ശരിയാണെന്ന്, അതുകൊണ്ട് ഒന്ന് തെറ്റാന്ന് മനസ്സിലായപ്പോൾ ഉത്തരം കിട്ടി. ഇന്ന് നോക്കാം, ബാക്കി ശരിയാണെന്ന് നോക്കാം, 2, 3, 4 ശരിയാണെന്ന് നോക്കാം. മോട്ടിലിറ്റി ഓഫ് സെമൻ ഈസ് അസസ്ഡ് യൂസിങ് ഹൈ പവർ മൈക്രോസ്കോപ്പ് ആൻഡ് റെക്കമെൻഡ് റേറ്റ് മോട്ടിലിറ്റി 70% ബുൾ സെമൻ. ശരിയാണ്, ഹൈ പവർ മോട്ടിലിറ്റി നോക്കുന്നത്. യൂഷ്വൽ വോളിയം ബുൾ സെമൻ 3 to 4 ml ആണ്, കളർ ഇസ് ഡൾ വൈറ്റ്, അതും ശരിയാണ്. ട്രാൻസ്പെറൻറ്റ് സെമൻ വിൽ ബി ഡിസ്കാർഡ്, അതും ശരിയാണ്. ഓക്കെ ഫൈൻ. ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് തോയിങ് ഓഫ് ഫ്രോസൺ സെമൻ. ഇറ്റ് മസ്റ്റ് ബി ഡൺ ഇമ്മീഡിയറ്റ്ലി ബിഫോർ ഇൻസെമിനേഷൻ. ഓക്കെ, ഇൻസെമിനേഷൻ തൊട്ട് മുന്നേ ചെയ്യണം, ശരിയാണ്. ഓക്കെ, അത് ചിലപ്പോൾ 30 minutes മുന്നേ ചെയ്താൽ മതി എന്നുള്ളതാണ്. അവിടെ നിൽക്കട്ടെ, നമുക്ക് സംശയം നോക്കാം. സ്ട്രോ ഈസ് ടേക്കൻ ഔട്ട് ആൻഡ് ഇമേഴ്സ്ഡ് അറ്റ് ഇൻ റൂം ടെമ്പറേച്ചർ വാട്ടർ. ഓക്കെ, ശരിയാണ്. സ്ട്രോ എടുത്തിട്ട് റൂം ടെമ്പറേച്ചർ വാട്ടറിൽ നമ്മൾ ഇടും. ട്രൂ അല്ലേ വെച്ചിരിക്കുന്നത്?
തേർഡ് സെവൻ ഷുഡ് ബി യൂസ്ഡ് വിത്തിൻ 5 hours. തെറ്റാണല്ലേ അത്? അരമണിക്കൂറാണ് ഉപയോഗിക്കേണ്ടത്. തെറ്റായതുകൊണ്ട് തന്നെ ഇതും കളഞ്ഞു എ ആയിരിക്കും ഉത്തരം. യെസ്, ശരിയാണ്. ഒരെണ്ണം നമുക്ക് ചെറിയ ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം കിട്ടില്ലേ? 4 ശരിയാണെന്ന് നോക്കാം. ആഫ്റ്റർ ടേക്കിംഗ് എ സെമൻ സ്ട്രോ ഔട്ട് ഓഫ് ദ ക്രയോ ക്യാൻ വി ഷുഡ് ഷേക്ക് ഇറ്റ് ജസ്റ്റ് ബിഫോർ ഇമേഴ്സിംഗ് ഇൻ വാട്ടർ. ശരിയാണ്, ഒന്ന് ഷേക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി ട്രൂ അബൌട്ട് എ ഐ ഇൻ ടേംസ് ഓഫ് റൂറൽ ആപ്ലിക്കേഷൻ. എ ഇസ് യൂസ്ഫുൾ ഓൺലി ഇൻ ഹൈടെക് അർബൻ ഫാംസ്. തെറ്റ്. പെട്ടെന്ന് ഉത്തരം കിട്ടിയേ അല്ലേ. ഹൈടെക്കിൽ മാത്രം എല്ലായിടത്തും പോയി, കാരണം സെവൻ ട്രാൻസ്പോർട്ടേഷൻ വെരി ഈസി പ്രോസസ് അല്ലേ. അത് നോക്കാം. ഈസി ട്രാൻസ്പോർട്ട് സെവൻ മേക്സ് എ ആക്സെപ്റ്റ് റൂറൽ. ശരിയാണ്. ഇറ്റ് ഹെൽപ്സ് മെയിൻറ്റെയിനിങ് യൂണിഫോം ബ്രീഡിംഗ് റെക്കോർഡ്സ്. ശരിയാണ്. എ ഈസ് നോട്ട് ഫീസിബിൾ ഇൻ ഏരിയസ് വിത്തൗട്ട് പവർ സപ്ലൈ. അതും ശരിയാണ്. പവറിൻ്റെ ഒന്നും ആവശ്യമില്ല. കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് ഫ്രോസൺ സെവൻ സൂക്ഷിക്കാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്. പൊളി ചോദ്യങ്ങളായിരിക്കും. ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ. ഞാൻ 58 ക്വസ്റ്റിനെ അവിടെ ഡിസ്കസ് ചെയ്തോളൂ. 100 ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത്. ചിലപ്പോൾ റിപ്പീറ്റായിട്ട് വേറെ രീതി ചോദിക്കും. പിന്നെ ഒരു 10-15ഓളം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പരീക്ഷ എഴുതിയിട്ട് വാ, അടിച്ചു കയറി വാ നിങ്ങൾ. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും അടിപൊളിയായിട്ട് പഠിക്കുക. അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. റിപ്പീറ്റായിട്ട് എഴുതുക. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ബാക്കി എല്ലാം നന്നായിട്ട് വരും. താങ്ക് യു വൺസ് അഗൈൻ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.